ഒന്ന് ശമൂവേൽ 7-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ 7 വേഴ്സസ് 12 and 13. ഒന്ന് ശമൂവേൽ 7-ാം അധ്യായം 12-13 വാക്യങ്ങൾ. പേജ് നമ്പർ 276. ഒന്ന് ശമൂവേൽ 7-ാം അധ്യായം 12-13 വാക്യങ്ങൾ. കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞേ. ശബ്ദമുയർത്തി എല്ലാവരും ദയവായി വായിച്ചാട്ടെ. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി, പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതും ഇല്ല. ശമൂവേലിൻ്റെ കാലത്തൊക്കെയും യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് വിരോധമായിരുന്നു. 12 വാക്യം ഒരിക്കൽ കൂടെ. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. അതിന് എബനേസർ എന്ന് ആ കല്ലിന് പേരിട്ടു. നാം കേൾക്കുന്ന ഈ നല്ല ദൂതിൻ്റെ തലക്കെട്ട് ഇതാണ്: ലാൻഡ്മാർക്ക്. ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു ലാൻഡ്മാർക്കിൻ്റെ സീസണാണ്. ഈ മാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ലാൻഡ്മാർക്ക് സ്വർഗം ഇടുവാൻ വേണ്ടി പോകുന്നു. ദൈവം ഇട്ടാൽ ആർക്കും പറിച്ചു കളവാൻ കഴിയത്തില്ലല്ലോ. ഒരു ലാൻഡ്മാർക്ക് ദൈവം നിങ്ങളുടെ ലൈഫിൽ ഇടുവാൻ പോകുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ ടൈമിങ്ങും സീസണും നാം മനസ്സിലാക്കുമ്പോൾ, അതെ, ദൈവകൃപയാൽ ചില സീസണിൽ ദൈവം സാധാരണങ്ങളല്ല അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ വോയേജ്. അതൊരു യാത്രയാണ്. മാനവ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ലാൻഡ്മാർക്ക് ആയി കാര്യങ്ങൾ നടന്നത് നമുക്ക് ധാരാളമായി കാണുവാൻ ഗുണം കഴിയും. ഒക്ടോബർ മാസം 12-ാം തീയതി 1492 വർഷം, 1492 വർഷം, അടുത്ത കാലമല്ല അങ്ങ് ദൂരെ. ഒക്ടോബർ മാസം 12-ാം തീയതി ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു. 1969 ജൂലൈ മാസം 21-ാം തീയതി നീൽ ആംസ്ട്രോങ്, സ്തോത്രം, അതെ, നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നടക്കുകയുണ്ടായി. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് മറ്റൊരു ലാൻഡ്മാർക്കാണ്. 1958 മെയ് മാസം 29-ാം തീയതി എഡ്മണ്ട് ഹിലാരി, അതേ, ടെൻസിംഗ് എവറസ്റ്റ് കീഴടക്കി. ലോകത്തിൻ്റെ റൂഫ്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഉന്നതമായ പർവ്വതമാകുന്നതായ, അല്ലെങ്കിൽ കൊടുമുടിയാക്കുന്നതായ എവറസ്റ്റിൽ മനുഷ്യൻ, സ്തോത്രം, കാലുകുത്തിയത് അതൊരു ലാൻഡ്മാർക്കായിരുന്നു. 1945 ആഗസ്റ്റ് മാസം 6-ാം തീയതി ഹിരോഷിമയിലും, അതേ മാസം തന്നെ ആഗസ്റ്റ് മാസം 1945 9-ാം തീയതി നാഗസാക്കിയിലും ആറ്റം ബോംബ് വീണു. അങ്ങനെ ആറ്റം ബോംബിൻ്റെ യുദ്ധം, സ്തോത്രം, മനുഷ്യ ചരിത്രത്തിൽ ആരംഭിക്കുകയുണ്ടായി. ഇന്നും ആ ഭീഷണി നിലനിൽക്കുന്നു. അതൊരു, സ്തോത്രം, നാഴികക്കല്ലാണ്. 1927 സെപ്റ്റംബർ മാസം 7-ാം തീയതി, സ്തോത്രം, അതെ, ആദ്യത്തെ ടെലിവിഷൻ സാൻ ഫ്രാൻസിസ്കോയിൽ കണ്ടുപിടിക്കുകയുണ്ടായി. ടെലിവിഷൻ, സ്തോത്രം, വന്നതോടെ മാനവ ചരിത്രത്തിന് അത് പുതിയൊരു ലാൻഡ്മാർക്ക് ആയി തീർന്നു. ഇന്റർനെറ്റ് കണ്ടുപിടിച്ചത് നമ്മുടെ ജീവിതത്തെ ടോട്ടലി മാറ്റിമറിച്ചു. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇന്ന് പകലും ഈ നല്ല ദൂത് ദൈവകൃപയാൽ കേൾപ്പാൻ കഴിയുന്നത് ഇന്റർനെറ്റിന്റെ സേവനം കൊണ്ടാണ്. ഇന്റർനെറ്റ് കണ്ടുപിടിച്ചത് ഒരു ലാൻഡ്മാർക്കാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ അടുത്ത കാലത്ത്, സ്തോത്രം, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കണ്ടുപിടിക്കുകയുണ്ടായി. അത് മറ്റൊരു, സ്തോത്രം, അത് ലാൻഡ്മാർക്കാണ്. പണ്ടൊക്കെ ആണെങ്കിൽ അമേരിക്കയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തമ്പാനൂർ പോയി ഓട്ടോറിക്ഷയിൽ കയറുന്നത് പോലെ കയറി പോകാമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന്, സ്തോത്രം, അതേ, ബെൽറ്റ് ഊരണം, അതേ, ഓവർ ജാക്കറ്റ് മാറ്റണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഒറ്റ ദിവസം നെഗറ്റീവായി സകലത്തിന് തകിടം മറിച്ചു. 2001 സെപ്റ്റംബർ മാസം 11-ാം തീയതി അതൊരു തിന്മയുടെ ലാൻഡ്മാർക്കായിരുന്നു. നന്മയുടെ ലാൻഡ്മാർക്കുകൾ മാനവ ചരിത്രത്തിൽ കാണുവാൻ ഗുണം കഴിയും. സ്തോത്രം, ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതായിരിക്കാം. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നടന്നതായിരിക്കാം. എഡ്മണ്ട് ഹിലാരി, അതേ, ടെൻസിംഗ് എവറസ്റ്റ് കീഴടക്കിയതായിരിക്കാം. ഹിരോഷിമയിൽ, നാഗസാക്കിയിൽ ആറ്റം ബോംബ് വീണതായിരിക്കാം. ടെലിവിഷൻ കണ്ടുപിടിച്ച സാൻ ഫ്രാൻസിസ്കോയിലെ ആ നല്ല ദിനമായിരിക്കാം. അങ്ങനെ നല്ലതും തിന്മയുമായിട്ടുള്ള പല ലാൻഡ്മാർക്കുകൾ മനുഷ്യ ചരിത്രത്തിലായിരിക്കുമ്പോൾ, അതേ, പൊട്ടിക്കരഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ പൊട്ടിച്ചിരിപ്പിക്കുന്ന പല പല ലാൻഡ്മാർക്കുകൾ ഈ നാളുകൾ കർത്താവ് നിങ്ങൾക്കായി പകരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടുന്നു.
ഇതൊരു ലാൻഡ്മാർക്കിന്റെ സീസൺ അത്രേ. വേദപുസ്തകം പറയുന്നു, ദൈവം സ്തോത്രം ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടതായ ദൈവത്തിന്റെ ദാസനായിട്ടുള്ള ശമൂവേലിന്റെ കാലത്ത് ഒരു കല്ലിനെ താനിതാ സ്തോത്രം മിസ്പയ്ക്കും ശേനും എന്നറിയപ്പെടുന്നതായ പട്ടണങ്ങൾക്ക് മധ്യത്തിൽ നാട്ടിയിട്ട് എബെനീസർ എന്ന് പേർ വിളിക്കുകയാണ്. ആ എബെനീസർ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വെളിപ്പെട്ടത് ഒരു നല്ല കാലത്ത് അല്ല. ഞാൻ ആവർത്തിക്കുന്നു, എബെനീസർ ഇസ്രായേലിന്റെ വെളിപ്പെട്ടത് സ്തോത്രം ഒരു നല്ല സീസണിലല്ല, നല്ല ടൈമിൽ അല്ല. സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിലും ദൈവം എബെനീസർ പകരുന്നത് പലപ്പോഴും പലതും പ്രതികൂലമായി നിൽക്കുമ്പോഴായിരിക്കാം, ഏറ്റവും ഇരുട്ടായി നിൽക്കുമ്പോഴായിരിക്കാം, ഏറ്റവും വെല്ലുവിളിയിൽ നിൽക്കുമ്പോഴായിരിക്കാം. പുറമേ നിങ്ങൾ ചിരിക്കുന്നു, ഉള്ളിൽ നിങ്ങൾ കരയുന്നു. പുറമേ എല്ലാവരെയും നോക്കി ഹൗ ആർ യു, ഐ ആം ഫൈൻ എന്ന് നിങ്ങൾ പറയുമ്പോൾ അടുപ്പത്തിരിക്കുന്ന പ്രഷർ കുക്കർ പോലെ പല വേദനകൾ നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ സാഹചര്യങ്ങളെ മാറ്റുന്നവനായ ദൈവം, അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുന്നവനായ ദൈവം, എല്ലാറ്റിന്മേലും എല്ലാ കാലത്തും ജയോത്സവമായി നമ്മെ വഴി നടത്തുന്നവനായ കർത്താവ്, നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഒരു എബെനീസർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവൻ നൽകുവാൻ പോകുന്നു. ശമൂവേലിലൂടെയാണ് ആ എബെനീസർ ബ്രേക്ക് ത്രൂ കർത്താവ് നൽകിയത്. ദൈവത്തിന് സ്തോത്രം. ശമൂവേൽ എന്ന കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. ശമൂവേൽ ചുമന്ന ദൈവത്തിന്റെ നിയോഗം ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, ശമൂവേലിന്റെ നിയോഗം ഒരു സിംഗിൾ കളർ അല്ല, ഒരു സിംഗിൾ ഓഫീസ് അല്ല. സ്തോത്രം താൻ ഓപ്പറേറ്റ് ചെയ്തത്. കമോൺ, ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കണം. ഞാൻ ടീച്ചറാണ്, ഞാൻ പ്രൊഫസറാണ്, അല്ലെങ്കിൽ ഞാൻ ഡോക്ടറാണ്, ഞാൻ എഞ്ചിനീയറാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിലും ഒരിക്കലും ഒതുങ്ങുവാൻ കഴിയത്തില്ല. ഓ കമോൺ ഹല്ലേലൂയ. ഒന്നിലും നിങ്ങൾക്ക് ഒരിക്കലും ഒതുങ്ങുവാൻ കഴിയത്തില്ല. കാരണം നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന കർത്താവിന്റെ കൃപ നിന്നിൽ വെളിപ്പെട്ടാൽ നീ പലതിൽ നീ പ്രാവീണ്യമുള്ളവനായിരിക്കും. അതാണ് ശമൂവേൽ വെളിപ്പെട്ടത്. ഒരു വശത്ത് നോക്കുമ്പോൾ അവനെ ഒരു പുരോഹിതനാണ്, മറുവശത്ത് അവനൊരു ന്യായാധിപനാണ്, പിന്നെ താൻ ഒരു പ്രവാചകനാണ്, അവനൊരു നല്ല ലീഡറായി രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കുന്നവനാണ്. അങ്ങനെ പല ദിശകളിൽ പുരോഹിതനായി, ന്യായാധിപനായി, പ്രവാചകനായി ഒക്കെ ദൈവകൃപയാൽ സ്തോത്രം ഒരു കംപ്ലീറ്റ് പാക്കേജായി പ്രയോജനപ്പെട്ടവനായിരുന്നു ശമൂവേൽ. ഇന്ന് പകൽക്കാലം ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടികളുടെ പേര് ശമൂവേൽ അല്ല എങ്കിലും ഈ അന്ത്യകാലത്ത് അങ്ങനെ ഒരു മൾട്ടിപ്പിൾ കളറിൽ നിങ്ങളുടെ ഓരോ ആൺകുട്ടിയെയും ഓരോ പെൺകുട്ടിയെയും ദൈവം പ്രയോജനപ്പെടുത്തുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ ചുറ്റുമിരുന്ന് ബഹളമുണ്ടാക്കുന്ന, കളിക്കുന്ന, എന്നെ മീറ്റിങ്ങിനിരുന്ന് എങ്ങനെയെങ്കിലും ഈ പ്രസംഗത്തെ വെള്ളത്തിലാക്കണം എന്ന് ചിന്തിക്കുന്ന ഈ കുസൃതി കുടുക്കുകളെല്ലാം അതെ അവിടെ കാലഘട്ടത്തിൽ അവിടെ തലമുറയിൽ ശമൂവേലിനെ പോലെ ദൈവകൃപയാൽ ലാൻഡ് മാർക്കുകൾ രാജ്യങ്ങളിലിടുവാൻ, ലാൻഡ് മാർക്കുകളെ സമൂഹത്തിലിടുവാൻ ദൈവം അവരെ ബലപ്പെടുത്തുമാറാകട്ടെ. കരങ്ങൾ അടിച്ച് സന്തോഷത്തോടെ ദൈവത്തിൻ്റെ ജനം ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. അപൂർവമായി വേറെ ആർക്കുമില്ലാത്ത വളരെ അപൂർവമായിട്ടുള്ള വലിയൊരു റിച്ച്നെസ്, വലിയൊരു സ്തോത്രം, വലിയൊരു കുമ്പാരം, വലിയൊരു നന്മയുടെ ഒരു പെരും കൂട്ടം തന്നെ ഈ ശമൂവേലിന്റെ മേൽ ദൈവം ഇട്ടേക്കുകയാണ്. Why? What's the reason? എന്തുകൊണ്ടാണ് ഇത്ര വലിയ പെരുംകൂട്ടമായി ഒരു സെറ്റ് ഓഫ് ബ്ലെസ്സിങ്, ഒരു സെറ്റ് ഓഫ് അനുഗ്രഹം ഈ മനുഷ്യന്റെ മേൽ, ഈ ശമൂവേലിന്റെ മേൽ ദൈവം പകർന്നത്? ശ്രദ്ധിക്കുക. അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. എവിടെ പെയിൻ ഉണ്ടോ അവിടെയാണ് ഗെയിൻ ഉള്ളത്. എവിടെ പെയിൻ ഉണ്ടോ അവിടെയാണ് ഗെയിൻ ഉള്ളത്. കാരണം സ്തോത്രം ശമൂവേൽ അത് ആരംഭിച്ചത് നിന്നയിലാണ്. നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും നിന്ദിച്ചിട്ടുണ്ടോ? വാക്കുകളിൽ ആരെങ്കിലും നിങ്ങളെ നിന്ദിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ആരെങ്കിലും നിങ്ങളെ ഏതെങ്കിലും വിഷയത്തിൽ നിന്ദിച്ചു എങ്കിൽ, പട്ടണത്തിൽ നിങ്ങൾ നിന്ദിക്കപ്പെട്ടുവെങ്കിൽ, നിന്ദയുടെ വർത്തമാനത്തിൻ്റെ നടുവിൽ നിങ്ങൾ മാനിച്ചു എങ്കിൽ, ദൈവകൃപയാൽ നിന്ദിക്കുന്നവരെ മിണ്ടാതാക്കി മാനിക്കുന്ന കർത്താവ് നിങ്ങൾക്കായി ജീവിക്കുന്നത്. നിന്ദിക്കുന്നവരെ മിണ്ടാതാക്കി പ്രത്യക്ഷമായി മാനിക്കുന്നവനായ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾക്കായി ജീവിക്കുന്നു. ഞാൻ നിങ്ങളെ നോക്കി ദൈവകൃപയാൽ പറയട്ടെ, നിങ്ങളുടെ ശത്രുക്കളെ സൈലന്റ് ആക്കുന്ന ഒരു സീസൺ ആയിരിക്കും ഈ നാഴികക്കല്ലിൻ്റെ സീസൺ. ഹല്ലേലൂയ.
കാരണം തിരുവചനം പറയുന്ന ഒരു പെനീന അവിടെ ഉണ്ടായിരുന്നു. 1 ശമൂവേൽ 1-ാം അധ്യായം വായിക്കുമ്പോൾ ഈ ഹന്നയെ, അതായത് ശമൂവേലിൻ്റെ അമ്മയാകുന്ന ഹന്നയെ നിന്ദിക്കുന്ന ഒരു പെനീന ഉണ്ടായിരുന്നു. പെനീനയെ ഒറ്റ ചാപ്റ്ററിലെ നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയത്തുള്ളൂ. സ്തോത്രം. പെനീന എന്ന ഒറ്റ അധ്യായത്തിലേ കാണുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. പക്ഷേ ശമൂവേലും അവളുടെ മകൻ ഹന്നയും അവളുടെ മകൾ ശമൂവേലിൻ്റെ ലേഗസി, ഹന്നയും അവൻ്റെ ശമൂവേലിൻ്റെ അതേ സ്തോത്രം ലേഗസി എത്രയോ നൂറ്റാണ്ടുകൾ ഇന്നും അത് ദൈവകൃപയാൽ തുടർന്നു കൊണ്ടിരിക്കുന്നു. വല്ലവരെയും നിന്ദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോളാം, നിങ്ങളുടെ സ്തോത്രം ഹ്രസ്വായുസായി അല്ലെങ്കിൽ കുറച്ചു കാലമായി നിങ്ങളുടെ മൈലേജ് കുറയുമ്പോൾ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് അരുളി ചെയ്തവൻ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അവൻ്റെ ഓർമ്മ ദൈവകൃപയാൽ നിലനിൽക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു സ്തോത്രം. അതേ നിന്ദയിലാണ് ആ കുഞ്ഞിനെ അവൾക്ക് ദൈവം നൽകിയത്. നിന്ദിക്കുന്നവരെ മിണ്ടാതാക്കുവാൻ അവൾക്കൊരു ശിശുവിനെ ദൈവം നൽകി. നിന്ദിക്കുന്നവരുടെ നടുവിൽ ഒരു സർപ്രൈസ് നിങ്ങൾ ചുമക്കുവാൻ പോകുന്നു. ഓ കമാൻ. നിന്ദിക്കുന്ന നടുവിൽ ഒരു സർപ്രൈസ്. ഹല്ലേലൂയ. നിന്ദിക്കുന്നവരുടെ നടുവിൽ, ഹല്ലേലൂയ, നിന്ദിക്കുന്നവരെ മിണ്ടാതാക്കാൻ ഒരു സർപ്രൈസ് ദൈവം നിങ്ങൾക്കായി നൽകുവാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ശമൂവേൽ സ്തോത്രമാണെന്ന് നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയാം. ആ കാലഘട്ടം മോശമാണ്. നാഴികക്കൽ വീണതായ കാലഘട്ടം മോശമാണ്. വൺ ഓഫ് ദ ഡാർക്കസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ എൻറ്റയർ നേഷൻ ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുളടഞ്ഞതായ ഒരു കാലഘട്ടമായിരുന്നു അത്. ഏറ്റവും ഇരുളടഞ്ഞ കാലഘട്ടം. വായ് എന്തുകൊണ്ട് ആത്മീയമായി അവർ ഇരുളടഞ്ഞു? ഞാൻ ഇരുളടഞ്ഞ കാലഘട്ടം എന്ന് പറയുന്നത് പൈസ ഇല്ലാത്തതല്ല, ജോലി ഇല്ലാത്തതല്ല, വീടില്ലാത്തതല്ല, കാറില്ലാത്തതല്ല, വരുമാനമില്ലാത്തതല്ല, കർത്താവില്ലാത്തതാണ്. കർത്താവില്ലെങ്കിൽ നിനക്കൊന്നുമില്ല. കർത്താവുണ്ടെങ്കിൽ ആരില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും നിനക്കെല്ലാം ഉണ്ട്. കർത്താവില്ലെങ്കിൽ നിനക്കൊന്നുമില്ല. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തിരുവചനം പറയുന്നു സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം വിട്ടുപോയി. വായ് ദൈവത്തിൻ്റെ മഹത്വം വിട്ടുപോയത്. അവിടെ ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. അവൻ ദർശനമില്ലാത്തവനാണ്. അവൻ്റെ പേര് ഏലി. ഏലി പുരോഹിതന് 2 മക്കളുണ്ട്, ഫൊന്നി, ഫിനഹാസ്. ദേവാലയത്തിൽ പാപം പെരുകിയതായ ഒരു തലമുറയായിരുന്നു അത്. വളരെ ശ്രദ്ധിക്കുക. ദേവാലയത്തിൽ പാപം പെരുകിയതായ തലമുറ. കേൾക്കണം സ്തോത്രം. ദേവാലയം വിശുദ്ധമാണ്, കാരണം ദൈവം വിശുദ്ധനാണ്. നിന്റെ വാക്ക് വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ നോട്ടം വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ കോൺവെർസേഷൻ വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ പെരുമാറ്റം വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ ബന്ധങ്ങൾ വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ കുടുംബ ജീവിതം വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ ശുശ്രൂഷ വിശുദ്ധമായിരിക്കട്ടെ. കാരണം കർത്താവ് പറഞ്ഞു, ആ ദൈവത്തിൻ്റെ സജഷൻ അല്ല, നിർദ്ദേശമല്ല, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഞാൻ വിശുദ്ധനായിരിക്കയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പേൻ. നിന്റെ ഫോൺ വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ വാട്സപ്പ് വിശുദ്ധമായിരിക്കട്ടെ. മനുഷ്യനെ നിനക്ക് കാപട്യം കാണിച്ച് മനുഷ്യനെ കളിപ്പിക്കാം. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോട് കൂടിയവനായ ദൈവത്തെ നിനക്കൊരിക്കലും കളിപ്പിപ്പാൻ കഴിയാത്തില്ല. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു സ്വർഗത്തെക്കാളും ദൈവം വിശുദ്ധനാണ്, ദൂതന്മാരെക്കാളും ദൈവം വിശുദ്ധനാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ ദേവാലയത്തിൽ പാപം പെരുകിയാണ്. ഏലി കണ്ണുപൊട്ടനാണ്. ദേവാലയത്തിൽ ഒരിക്കലും അണയ്ക്കപ്പെടാൻ പാടില്ലാത്ത മിനോറ കതിര വിളക്കിനെ അടച്ചിട്ട് ഫൊന്നിയും ഫീനഹാസും ദേവാലയത്തിൽ പാപം ചെയ്യുകയാണ്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞത്, ഓ മോശയെ, നീ കതിരവിളക്ക് ഉണ്ടാക്കുമ്പോൾ അത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു തലമുറ തലമുറയായി കത്തിക്കൊണ്ടിരിക്കണം, തലമുറ തലമുറയായി കത്തിക്കൊണ്ടിരിക്കണം. അമ്മയുടെ പ്രാർത്ഥന മക്കളിലും വ്യാപരിക്കണം, അപ്പൻ്റെ വിശ്വാസം മക്കളും വ്യാപരിക്കണം, കുടുംബത്തിൻ്റെ ഇവാഞ്ചലിസം അടുത്ത തലമുറയിൽ വ്യാപരിക്കണം. തലമുറ തലമുറയായി ആർക്കും അണയ്ക്കാൻ കഴിയാത്ത ക്രമത്തിൽ അത് കത്തിക്കൊണ്ടിരിക്കണം. ഊതിക്കെടുത്തും തോറും അത് ആളി കത്തുന്നതാകട്ടെ. കാരണം എണ്ണ കുറയാത്തതാണെങ്കിൽ അത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കും. എന്നാൽ സൗകര്യാർത്ഥം രാത്രിയാകുമ്പോൾ സ്തോത്രം, അതേ ദേവാലയത്തിലെ മിനോറ കതിരവിളക്കിനെ അണച്ചു കളഞ്ഞിട്ട് ദേവാലയത്തിലുള്ള സ്ത്രീകളുമായി ഫൊന്നിയും ഫീനഹാസും പാപം ചെയ്തെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഏലി കണ്ണുപൊട്ടനാണ്, മക്കൾ പാപത്തിൻ്റെ വഴിയിലാണ്. 3-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ദർശനം ഏറെയില്ല, വചനം ദുർലഭമാണ്. ദേവാലയത്തിൽ പാപം, ദേവാലയത്തിൽ വിളക്ക് കെട്ടുപോകുന്നു, ദർശനം ഇല്ല, വചനം ദുർബലം. ശബ്ദമുണ്ട്, വചനമില്ല. ശബ്ദമുണ്ട്, വചനമില്ല. പാട്ട് പാടുമ്പോൾ ശബ്ദമുണ്ട്, പ്രസംഗിക്കുമ്പോൾ ശബ്ദമുണ്ട്. ശബ്ദമല്ല സഭയ്ക്ക് ആവശ്യം, വചനമാണ് സഭയ്ക്ക് ആവശ്യം.
ഓ കമാൻ ഹല്ലേലൂയ. ആരെങ്കിലും സ്തോത്രം പറയുമെന്ന് ഞാൻ വിചാരിച്ചു. കൺവെൻഷന് ശബ്ദമുണ്ട്, സഭായോഗത്തിന് ശബ്ദമുണ്ട്, യൂട്യൂബിലും ഫേസ്ബുക്കിലും ശബ്ദമുണ്ട്. ശബ്ദമല്ല വേണ്ടിയത്, ദൈവത്തിൻ്റെ അരുളപ്പാട് അത്ര വേണ്ടിയത്. ദൈവത്തിൻ്റെ അരുളപ്പാട് എനിക്ക് വേണമെന്ന് പറയുന്നവർ കരങ്ങളെ ജ്വലിപ്പിച്ചാട്ടെ. ശബ്ദമല്ല വേണ്ടിയത്, ഗൂഗിളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് സ്തോത്രം അതേ തേച്ചൊട്ടിക്കുന്ന ശബ്ദമല്ല വേണ്ടിയത്. സാറ്റർഡേ സ്തോത്രം അതേ രാത്രിയിൽ ഗൂഗിളിൽ പരതി കോപ്പി പേസ്റ്റ് ചെയ്യുന്നതായ ഇൻഫർമേഷൻ അല്ല സൺഡേ സഭയിൽ കേൾക്കേണ്ടത്. ഓ ആരെങ്കിലും സ്തോത്രം പറഞ്ഞു കൊള്ളായിരുന്നു. സാറ്റർഡേ ഗൂഗിളിൽ പരതുന്ന ഇൻഫർമേഷൻ അല്ല സഭയ്ക്ക് വേണ്ടിയത്. പകരം ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം വ്യത്യസ്തമാകട്ടെ. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യസ്തമാകട്ടെ. നിന്റെ ലൈഫ് സ്റ്റൈൽ ശുശ്രൂഷകരുടെ വ്യത്യസ്തമെങ്കിൽ, നിന്റെ ജീവിതം വ്യത്യസ്തമെങ്കിൽ, നിന്റെ ദൂത് വ്യത്യസ്തമായിരിക്കും, നിന്റെ ശബ്ദം വ്യത്യസ്തമായിരിക്കും. നീ വാ തുറക്കുമ്പോൾ പ്രസംഗം സർമൺ അല്ല വെളിപ്പെടുന്നത്, ദൈവത്തിന്റെ അരുളപ്പാടായിരിക്കും വെളിപ്പെടുന്നത്. നിങ്ങൾ ചോദിക്കും, ബ്രദർ ദൈവത്തിൻ്റെ അരുളപ്പാട് എനിക്ക് കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം ലൂക്കോസ് 3 തിരുവചനം പറയുന്നു. ശ്രദ്ധിച്ച് കേൾക്ക്. ലൂക്കോസ് 3 വായിക്കുമ്പോൾ അവിടെ 7 പേരെ കുറിച്ച് തിരുവചനം പറയുകയാണ്. ലൂക്കോസ് 3:1-2 വാക്യങ്ങൾ. പുതിയ നിയമത്തിൻ്റെ കർട്ടൻ ഉയരുമ്പോൾ തിബരിയാസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ 1 കൈസർ, 2 സ്തോത്രം അതേ പൊന്തിയോസ് പീലാത്തോസ് യഹൂദിയ വാഴുകയാണ്, 3 ഹെരോദാവ് ഗലീലയിൽ, അവൻ്റെ സഹോദരനായ ഫിലിപ്പോസ്, പിന്നെ വേറൊരുത്തൻ ഒരു ലൂസാനിയാസ്. പിന്നെ അടുത്ത വാക്യം എന്താണ്? അടുത്ത വാക്യം 2-ാമത്തെ വാക്യത്തിൽ ഇടപ്രഭുക്കന്മാരായ ഹന്നാവ്, കയ്യഫാവ്. 7 പേരെ കുറിച്ച് അവിടെ പറയുകയാണ്. ശ്രദ്ധിക്ക്, 7 പേരെ കുറിച്ച് അവിടെ പറയുകയാണ്. 7 പേരെ കുറിച്ച് ഡോക്ടർ ലൂക്കോസ് വിശേഷം 3-ാം അധ്യായം 1-2 വാക്യത്തിൽ പറയുന്നു. ഞാൻ ആവർത്തിക്കട്ടെ. പുതിയ നിയമത്തിന്റെ കർട്ടൻ ഉയരുമ്പോൾ ഒരു വശത്ത് പൊളിറ്റിക്കൽ പവറും മറുവശത്ത് സ്പിരിച്വൽ പവറുമായിട്ടുള്ള 7 പേരെ കുറിച്ച് വേദപുസ്തകം പറയുകയാണ്. ഇറ്റ്സ് സോ പവർഫുൾ. ഹല്ലേലൂയ. നിങ്ങൾ എങ്ങനെ ഇരുന്നാതി? കർത്താവിനോട് ഇടപെട്ടതാ. സ്തോത്രം അതേ ശുശ്രൂഷകന്മാർ കേൾക്കട്ടെ. ദൈവത്തിന്റെ അരുളപ്പാട് പറയണമെന്ന് പറയുന്ന സഹോദരന്മാർ, ദൈവദാസന്മാർ കേൾക്കട്ടെ. പുതിയ നിയമത്തിന്റെ കർട്ടൻ ഉയരുമ്പോൾ പലരും കൊട്ടാരത്തിലിരിക്കുന്നു, ചിലർ സിംഹാസനത്തിലിരിക്കുന്നു, ചിലർ പദവിക്ക് വേണ്ടി പിടിക്കുന്നു, പലരും പൊസിഷനെ കുറിച്ച് ചിന്തിക്കുന്നു. പൊസിഷൻ അല്ലോടോ നിനക്ക് വേണ്ടിയത്, നിനക്ക് അവന്റെ പ്രസൻസ് ആണോടോ വേണ്ടിയത്? ഹല്ലേലൂയ. 7 പേരെ കുറിച്ച് പറയുന്നു. 7 പേര്. സീസർ തുടങ്ങി, കൈസർ തുടങ്ങി, സ്തോത്രം ചക്രവർത്തി, നാട്ടുരാജാക്കന്മാര്, പ്രദേശ രാജാക്കന്മാർ തുടങ്ങി, റീജിയണൽ നേതാക്കന്മാർ തുടങ്ങി. സ്തോത്രം 7 പേരെ കുറിച്ച് പറയുന്നു. അവസാനമായി ഹന്നാവിനെ കുറിച്ച് പറയുന്നു, കയ്യഫാവിനെ കുറിച്ച് പറയുന്നു. അവർക്ക് ഇൻഫർമേഷൻസ് ഉണ്ട്. ഇന്ന് അവർ ജീവിച്ചിരുന്നെങ്കിൽ അവർക്ക് ലൈബ്രറി ഉണ്ട്, അവർക്ക് ഗൂഗിൾ ഉണ്ട്, അവർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഉണ്ട്. പക്ഷെ ഇതല്ല നിനക്ക് വേണ്ടിയത്. അക്ഷരം കൊല്ലുന്നു. Oh, come on. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഈ 7 പേർക്ക് ശബ്ദമുണ്ട്, പക്ഷെ അവർക്കില്ലാത്ത അരുളപ്പാട്. മരുഭൂമിയിൽ നിൽക്കുന്ന ഒരു സ്നാപക യോഹന്നാനുണ്ട്. കൊട്ടാരങ്ങളിൽ കംഫർട്ട് സോണിൽ ഇരിക്കുന്ന 7 പേർക്ക് ശബ്ദമുണ്ട്, പക്ഷേ സ്തോത്രം മരുഭൂമിയിൽ നിൽക്കുന്ന യോഹന്നാന് അരുളപ്പാടുണ്ട്. മരുഭൂമി ഡിഫിക്കൽട്ട് പ്ലേസ് ആണ്. അവിടെ റിലേറ്റീവ്സ് ഇല്ല, അവിടെ ഫ്രണ്ട്സ് ഇല്ല, അവിടെ എക്സ്ട്രീം ഹാട്ടാണ്, എക്സ്ട്രീം കോൾഡ് ആണ്. ആരെയോ ഈ ദിവസം കംഫർട്ട് സോണിൽ നിന്ന് തമ്പുരാൻ ഇറക്കി ഒറ്റപ്പെട്ട മരുഭൂമിയിൽ ഇരുത്തിയെങ്കിൽ ആർക്കുമില്ലാത്ത ഒരു അരുളപ്പാടിന്റെ പാക്കേജ്, ആർക്കുമില്ലാത്ത ഒരു അരുളപ്പാടിന്റെ പാക്കേജ് നിന്നിൽ പകരുവാനാണ്. വിശ്വസിക്കുന്നവർ അധരങ്ങളെ തുറന്ന് നന്ദി പറഞ്ഞേ. ഏറ്റെടുക്ക്. കാലഘട്ടത്തിന്റെ ദൂതുകൾ ഏറ്റെടുക്ക്. ഈ തലമുറയുടെ സ്പെഷ്യൽ വോയിസ് ഏറ്റെടുക്ക്. ഈ കാലഘട്ടത്തിന്റെ ദൂത് ഏറ്റെടുക്ക്. വാണ്ടഡ് അങ്ങനെയുള്ളവരെ സ്വർഗത്തിന് വേണം. പ്രീച്ചേഴ്സിന് അല്ല സ്വർഗത്തിന് വേണ്ടിയത്. പ്ലാറ്റ്ഫോം ആഫ്റ്റർ പ്ലാറ്റ്ഫോമിന് വേണ്ടി ഓടുന്ന അതേ പ്രോഗ്രാം ഓറിയന്റഡ് ദൈവദാസന്മാരെയല്ല ചർച്ചിന് വേണ്ടിയത്. ചർച്ചിന് അരുളപ്പാടിന്റെ ചാനലുകളെ വേണം. ദൈവത്തിന്റെ അരുളപ്പാടുകളെ പറയുന്നവൻ thus says the Lord. ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നു എന്ന് പറയുന്ന അരുളപ്പാടുകളെ കൈകാര്യം ചെയ്യുന്നവരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ മരുഭൂമിക്ക് ഒരു ഉദ്ദേശമുണ്ട്.
ഓ ഹല്ലേലൂയ, നാട്ടിൻപുറത്തും കൊട്ടാരങ്ങളിലും ശബ്ദമുണ്ട്. നിന്റെ നിശബ്ദമായ മരുഭൂമിയിലെ ആ ദിവസങ്ങളെ, ആ മണിക്കൂറുകളെ തള്ളിക്കളയല്. ആ മരുഭൂമിയിൽ ദൈവം നിന്നോട് സംസാരിക്കുകയാണ്. ദേവാലയത്തിൽ എല്ലാവരും വിളക്കണച്ച് പാപം ചെയ്യുമ്പോൾ അതിൻ്റെ നടുവിൽ സ്തോത്രം ശമൂവേൽ കടന്നുറങ്ങിയാണ്. എൻ്റെ ബൈബിൾ പറയുന്നു, സ്തോത്രം ഫൊന്നി അച്ചാച്ചനും ഫീനഹാസ് അച്ചാച്ചനും അർദ്ധരാത്രിയിൽ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞ് പുതപ്പ് മാറ്റി നോക്കുന്ന ഒരു പരിപാടി അതേ ശമൂവേലിനില്ല. മറ്റുള്ളവൻ്റെ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തിക്കോ, അത് നിനക്ക് നല്ലതല്ല. ഓ കമോൺ, ഞാൻ പോവാ ആശീർവാദം ഇന്ന് മതി. സ്തോത്രം. മറ്റുള്ളവൻ്റെ ലൈഫിലേക്ക് മൈക്രോസ്കോപ്പി മിനിസ്ട്രി ചെയ്യുവാൻ ദൈവം നിന്നെ വിളിച്ചിട്ടില്ല. നീ നന്നാകണമെങ്കിൽ, നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നീ ഉയർത്തപ്പെടണമെങ്കിൽ, നീ മാനിക്കപ്പെടണമെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിന്റെ കുറവുകളെ നീ കണ്ടറിഞ്ഞാടെ. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, വിളക്കണയുന്നതിന് മുമ്പേ ശമൂവേൽ ഉറങ്ങി. നിങ്ങളുടെ ബൈബിൾ പറയുകയാണ്, വീട്ടിൽ പോയി വായിച്ചു നോക്ക്. വിളക്കണയുന്നതിന് മുമ്പേ ശമൂവേൽ ഉറങ്ങി. വിളക്കണയുന്നത് അവൻ കണ്ടില്ല. വിളക്കണയുന്നതിന് മുൻപ് അവൻ ഉറങ്ങിയത് കൊണ്ട് അവൻ്റെ ജീവിതമാകുന്ന വിളക്ക് കെട്ടുപോകാതെ തമ്പുരാൻ സൂക്ഷിച്ചു. വിളക്കണയുന്നതിന് മുമ്പ് ശമൂവേൽ ഉറങ്ങിയത് കൊണ്ട് അവൻ അണഞ്ഞു പോകാതെ ദൈവം സൂക്ഷിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി ദൈവത്തിൻ്റെ ദൂത് പറയുന്നു, നീ ഒരിക്കലും അണയുവാൻ ദൈവം സമ്മതിക്കുകയില്ല. കൊടുങ്കാറ്റുകൾ നിനക്ക് നേരെ ഉയരും, പെരുങ്കാറ്റുകൾ നിനക്ക് നേരെ വീശും, പക്ഷെ നീ കെട്ടുപോകത്തില്ല. നിന്റെ മേൽ കാറ്റടിക്കുമ്പോൾ നീയാകുന്ന തീയെ സ്പ്രെഡ് ചെയ്യുകയാണ്. കാട്ടുതീയെ സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നത് പോലെ കൊടുങ്കാറ്റുകൾ നിനക്ക് നേരെ കടന്നു വരുമ്പോൾ ശുശ്രൂഷകന്മാർ ഓർത്തോളണം, ഇതുവരെ ഞാൻ പടരാത്തതായ പുതിയ ടെറിട്ടറികളിൽ ഞാൻ പടരുവാൻ പോകുകയാണ്. ഞാൻ പടരുവാൻ പോകുകയാണ്. ആരോടാ ഞാൻ പ്രവചിക്കുന്നത്? പുതിയ അതിരുകൾ നിന്റെ മുൻപിൽ കീഴടങ്ങുകയാണ്. പുതിയ വാതിലുകൾ നിന്റെ മുൻപിൽ തുറക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നീ അണയുന്നവനല്ല എന്ന് ദൈവാത്മാവ് പറയുന്നു. ഇന്ന് പകലിൽ നീ അണയുന്നവനല്ല, നിന്റെ തലമുറയിൽ നീ ആളി കത്തുന്നവനായിരിക്കും. 2 കരങ്ങളെ അടിച്ച് 60 സെക്കൻഡ് ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. ഓഗസ്റ്റ് മാസം 18 നല്ല മമ്മി ഹന്ന വന്നിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചേനെ, ഹന്നെ പാസ്റ്റർ ശരിയല്ല, പുള്ളിയുടെ കണ്ണ് പൊട്ടനാണ്, അദ്ദേഹത്തിൻ്റെ 2 പിള്ളേര് ശരിയല്ല, ദേവാലയം ശരിയല്ല, അങ്ങനെ ഒരു ഇംപെർഫെക്റ്റ് ചർച്ചിൽ നിന്റെ ഒരേ ഒരു കുട്ടി ശമൂവേൽ, നിന്റെ പ്രഷ്യസ് ചൈൽഡ് ശമൂവേലിനെ നീ കൊണ്ടുവന്ന് കൊടുത്തേന്നാ? സ്തോത്രം. പാസ്റ്റർ ശരിയല്ല, മക്കള് ശരിയല്ല, ചർച്ച ശരിയല്ല, പാസ്റ്റർ ശരിയല്ല, ചർച്ച ശരിയല്ല, അവര് ശരിയല്ല, ഇത് ശരിയല്ല. In the name of Jesus. Hallelujah. ഹന്ന പറയും, ഞാൻ ആശ്രയിച്ചത്, ഞാൻ വിശ്വസിച്ചത്, ഞാൻ ട്രസ്റ്റ് ചെയ്തത്, ഞാൻ ആശ്രയിച്ചത് എൻ്റെ പാസ്റ്ററിലല്ല, സഹവിശ്വാസിയിലല്ല. ഞാൻ വിശ്വസിച്ചത് എൻ്റെ ദൈവത്തിലാണ് വിശ്വസിച്ചത്. കമാൻ, ഇന്ന് പകൽക്കാലം പാസ്റ്റർ ഓറിയന്റഡ്, ചർച്ച് ഓറിയന്റഡ് ആയി ജീവിക്കാതെ ക്രൈസ്റ്റ് ഓറിയന്റഡ് ആയി ജീവിക്കുക. ഹല്ലേലൂയ. അവൾ പറയും, ഒരു ദൈവമുണ്ട്. ഞാൻ എൻ്റെ കൊച്ചിനെ ദൈവകരത്തിലാണ് കൊടുത്തത്. പാപം കൊണ്ട് നിറയപ്പെട്ട അന്തരീക്ഷത്തിലാണ്, പക്ഷേ അവനെ ദൈവം നോക്കിക്കൊള്ളും. സ്കൂളിൽ പാപമുണ്ട്, കോളേജിൽ പാപമുണ്ട്, ഓട്ടോറിക്ഷയിൽ പാപമുണ്ട്, കോളേജ് ബസ്സിൽ പാപമുണ്ട്, സ്കൂൾ ബസ്സിൽ പാപമുണ്ട്. സമുദ്രം ഉപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ സമൂഹം മുഴുവൻ കാമത്തിനാലും പാപത്തിനാലും അതേ പ്രേമത്തിനാലും നിറഞ്ഞിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കുത്തിയിരുന്ന് കണ്ണുനീരൊഴുക്കി അതേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഹന്നമാർ, പപ്പമാർ, ഹല്ലേലൂയ, പപ്പമാർ, അമ്മമാർ, ആണിപ്പഴുതുള്ള കർത്താവിന്റെ കരത്തിൽ നിന്റെ തലമുറയെ കൊടുത്താട്ടെ. സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, വളർത്തുന്ന ഒരു ദൈവമുണ്ട്.
ഏലിയല്ല വളർത്തിയത്, പൊന്നിയല്ല വളർത്തിയത്, ഫീനഹാസല്ല വളർത്തിയത്. വചനം പറ, വല്ല നാട്ടുവർത്താനം പറയാതെ വചനം പറ. ദൈവമാണ് അവനെ വളർത്തിയത്. ദൈവസന്നിധിയിൽ അവൻ വളർന്ന് അവസാനം അവൻ ദൈവസന്നിധിയിൽ ഒരു ശബ്ദം കേട്ടു. അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചതുപോലെ, മോശേ മോശേ എന്ന് വിളിച്ചതുപോലെ, അതേ ശിമോനെ ശിമോനെ എന്ന് വിളിച്ചതുപോലെ, ശൗലേ ശൗലേ എന്ന് വിളിച്ചതുപോലെ. കമാൺ, ഇങ്ങനെ ഇരട്ടിപ്പായി വിളിച്ച പല പദങ്ങളുണ്ട്, പല വ്യക്തികളുണ്ട്. ഓ കമാൺ 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 കമാൺ, ഹല്ലേലൂയ. അത് വേറൊരു പ്രസംഗമാണ്. അബ്രഹാമേ അബ്രഹാമേ, മോശയെ മോശയെ, ശൗലേ ശൗലേ, ശിമോനെ ശിമോനെ. ഇവിടെ യഥാർത്ഥ രാത്രിയിൽ എല്ലാവരും ഔട്ട് ഓഫ് റേഞ്ച് കിടക്കുമ്പോൾ, എല്ലാവരും കർത്താവിൽ നിന്ന് ഔട്ട് ഓഫ് റേഞ്ച് ആയിരിക്കുമ്പോൾ, കർത്താവിന് ഒത്തിരി പേരോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. പലരും പക്ഷെ പലരുടെയും അകത്തെ മനുഷ്യനിൽ ചാർജില്ല, സ്വിച്ച് ഓഫ് ആയിപ്പോയി. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. സ്തോത്രം. പലരും വേറെ ആരുടെയോ പരിധിയിലായിപ്പോയി, ലോകത്തിൻ്റെ പരിധിയിലും പാപത്തിൻ്റെ പരിധിയിലുമായിപ്പോയി. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. എന്നാൽ ട്യൂൺ ചെയ്ത് നിന്ന ഒരു ചെറുക്കനുണ്ടായിരുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ഔട്ട് ഓഫ് പരിധി പോകാതെ, സ്വിച്ച് ഓഫ് ചെയ്യാതെ, ട്യൂൺ ചെയ്ത് നിന്നും ഒരു ചെറുക്കനുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് ചെറുക്കന്മാർ ഇന്ന് പകൽ ഇവിടെ എഴുന്നേറ്റെങ്കിൽ കൊള്ളാമായിരുന്നു. അങ്ങനെയുള്ള കുറെ ചെറുക്കിമാർ ഇന്ന് പകൽ ഇവിടെ എഴുന്നേറ്റെങ്കിൽ കൊള്ളാമായിരുന്നു. അവനോട് തമ്പുരാൻ പറഞ്ഞു, ശാമുവേലേ 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 ശാമുവേലേ. ആ കണ്ണുപൊട്ടൻ പാസ്റ്റർ ശബ്ദത്തിലാണ് സ്തോത്രം അതേ ദൈവം സംസാരിച്ചത്. നിന്റെ പാസ്റ്റർ കണ്ണുപൊട്ടനായിരിക്കാം, പക്ഷെ അവനെ കൊല്ലല്ല. എൻ്റെ ദൈവം പറയുന്നു സ്തോത്രം. ആ ഏലിയുടെ ശബ്ദത്തിലാണ് ദൈവം സംസാരിച്ചത്. ഇംപെർഫെക്റ്റ് ആ ഏലിയുടെ ശബ്ദത്തിലാണ് ദൈവം അതുകൊണ്ടാണ് ചെറുക്കൻ കൂടെ ഓടിപ്പോയി ആ പാസ്റ്ററോട് ചോദിച്ചത്, ഏലിയോട് ചോദിച്ചത്, എന്നെ വിളിച്ചായിരുന്നു. കാരണം സ്തോത്രം, ശമൂവേൽ ബാലന് ഏലിയുടെ ശബ്ദത്തിൽ സംസാരിച്ചാൽ അവനെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. അവസാനം ഏലി പറഞ്ഞു, അതെ ഇനി അടുത്ത് നീ ആ ശബ്ദം കേൾക്കുമ്പോൾ അതെ നീ പറയണം, യഹോവേ അരുളി ചെയ്യണമേ, യഹോവേ അരുളി ചെയ്യണമേ. ലെറ്റ് മീ ടെൽ യു, മനുഷ്യൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ ഒത്തിരി കരഞ്ഞവരാണ്. മനുഷ്യൻ്റെ ശബ്ദം ഒത്തിരി നിങ്ങളെ വേദനിപ്പിക്കുന്നതാണ്. മനുഷ്യൻ്റെ ശബ്ദം നിങ്ങൾ ഹൃദയത്തെ ഒത്തിരി തകർക്കുന്നതാണ്. എന്നാൽ ഈ ദിവസം നമുക്കാവശ്യം, നിനക്കാവശ്യം, എനിക്കാവശ്യം ഒന്നാം സമ്മാനം അടിക്കുന്ന ലോട്ടറി ടിക്കറ്റല്ല. നമുക്കാവശ്യം അവൻ്റെ ശബ്ദമാണ്. നമുക്കാവശ്യം അവൻ്റെ ശബ്ദമാണ്. ദൈവശബ്ദം കേൾപ്പാൻ ആഗ്രഹിക്കുന്നവർ രണ്ട് കരങ്ങളെ ഉയർത്തിയാട്ടെ. മോനെ ആരെങ്കിലും ഒരു ഹൈ സ്റ്റോൾ ഈ ചേട്ടന് കൊടുക്കുക. സ്തോത്രം. അതേ ദൈവശബ്ദം കേൾപ്പാൻ ആഗ്രഹിക്കുന്ന രണ്ട് കരങ്ങളെ ഉയർത്തി കണ്ണുനീരോടെ ദൈവത്തോട് പറഞ്ഞേ, അടിയോട് സംസാരിക്കണമേ. ടോക്ക് ടു മീ ഗാഡ്. എന്നോട് സംസാരിക്കണമേ. ചോദിച്ചാൽ കിട്ടും. കണ്ണടച്ച് ചോദിക്കാം. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. രണ്ട് കരങ്ങളെ ഉയർത്തി എല്ലാവരും ഞാൻ, പ്രിയ കർത്താവേ അങ്ങയുടെ ശബ്ദം കേൾപ്പാൻ. എല്ലാവരും ശക്തിയോടെ പറഞ്ഞേ, പ്രിയ കർത്താവേ അങ്ങയുടെ ശബ്ദം കേൾപ്പാൻ എൻ്റെ ചെവികളെ അവിടെ നിന്ന് തുറക്കണമേ. ഒരു വശത്ത് ദൈവശബ്ദം മിസ് ചെയ്യാതെ ശമൂവേൽ വളർന്നു. പക്ഷെ മറുവശത്ത് അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം തുടർന്നുകൊണ്ടിരുന്നു. സ്തോത്രം. തിരുവചനം പറയുന്നു, നിങ്ങൾ ആരംഭ അധ്യായം 1 ശമൂവേൽ വായിക്കുമ്പോൾ ഒരു വലിയ യുദ്ധം ഉണ്ടാകാൻ പോകുക. ഇസ്രായേൽ പാളയത്തിലേക്ക് ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവന്നു. 2.5 മുഴം നീളം, 1.5 മുഴം വീതി, 1.5 മുഴം ഉയരമുള്ള പെട്ടകം. അതിനകത്ത് മന്നയിട്ട് വെച്ച പൊൻപാത്രം, അഹരോൻ്റെ തളർത്തപടി, ദൈവത്തിൻ്റെ നിയമ പെട്ടകം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കൽപ്പലക. ഇത് മൂന്നുമുള്ളതാണ് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം, ആർക്ക് ഓഫ് കവനൻറ്റ്.
ആ നിയമപ്പെട്ടകം ദാറ്റ് റെപ്രസെൻറ്റ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. അതുണ്ടെങ്കിൽ ജയിച്ചു. ഇവർ വിചാരിച്ചു ഈ പെട്ടകം ഉണ്ടെങ്കിൽ അങ്ങ് ജയിച്ചു. ഒരു റിലിജിയനായിരുന്നു അത്. ഇതുണ്ടെങ്കിൽ ഞങ്ങൾ ജയിച്ചു. ദൈവം ചലിക്കാതെ പെട്ടകം കൊണ്ടുവന്ന് അവരെല്ലാം ബഹളം ഉണ്ടാക്കി, ആർപ്പിട്ട്. ദൈവമില്ലാത്ത ബഹളം, ദൈവമില്ലാത്ത പണി, ദൈവമില്ലാത്ത പണിയും ദൈവമില്ലാത്ത ബഹളവും. പക്ഷേ അടുത്ത യുദ്ധത്തിൽ 30,000 പേരോ മറ്റോ മരിച്ചു. പെട്ടകം പിടിക്കപ്പെട്ടു. നിങ്ങൾക്കറിയാം, സ്തോത്രം, ആ സംഭവത്തെ ഇപ്രകാരമാണ് സ്തോത്രം ഏലിയുടെ മരുമകൾ വിളിച്ചത്. ഇഖാബോദ്. ഇഖാബോദ് എന്ന് പറഞ്ഞാൽ മഹത്വം പോയി. മഹത്വം പോയി. ദർശനമില്ലാത്തത് കൊണ്ട്, രഹസ്യ പാപത്തിൽ തുടർന്നത് കൊണ്ട്, ദൈവാലയത്തിൽ പാപം ചെയ്തത് കൊണ്ട് സ്തോത്രം ഇഖാബോദ്, മഹത്വം പോയി. എന്നാൽ ഇന്ന് പകൽക്കാലം സ്തോത്രം ചിലരെങ്കിലും ഈ ഹാളിനകത്ത് ദൈവകൃപയാൽ പറയട്ടെ, എൻ്റെ പേര് ഒരിക്കലും ഇഖാബോദല്ല. എൻ്റെ പേര് ഇഖാബോദല്ല. വായ്, കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോട് കൂടെ ഇമ്മാനുവേലുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് കൂടെ ഇമ്മാനുവൽ ഉള്ളിടത്തോളം കാലം എൻ്റെ പേര് ഇഖാബോദ് ആകുകയില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നതെന്ന് എനിക്കറിയത്തില്ല. ദിസ് ഈസ് നോട്ട് സിമ്പിൾ മെസ്സേജ്. ഹല്ലേലൂയ. ഇമ്മാനുവേൽ ആകുന്ന കർത്താവ് എന്നോട് കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ മഹത്വം കളയുന്നവനല്ല, പകരം ഞാൻ മഹത്വത്തിൽ നിലനിർത്തുന്നവനാണ്. ഞാൻ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് മുന്നേറുന്നവനാണ്. ഒരു വശത്ത് പെട്ടകം സ്തോത്രം പോയി, ഇഖാബോദ്, അനേകർ മഹത്വം പോയി. പണ്ട് സ്തോത്രം 15 വർഷം മുമ്പ്, 20 വർഷം മുമ്പ് നിങ്ങൾ ചിലരെ കാണുമ്പോൾ ഇതല്ലായിരുന്നു ലെവല്. പക്ഷെ പെട്ടകമുണ്ട്, ബഹളമുണ്ട്, പക്ഷെ കർത്താവിന്റെ തിരുസാന്നിധ്യമില്ല. ഇഖാബോദ്. ഇന്ന് പകൽക്കാലം ആർക്കോ അവസാന ലാസ്റ്റ് വാർണിംഗ് പരിശുദ്ധാത്മാവ് നൽകിയാണ്. വസ്ത്രങ്ങളെയല്ല, അതേ നിന്റെ കഠിന ഹൃദയത്തെ കീറി ദൈവത്തിങ്കിലേക്ക് ഒന്ന് തിരിഞ്ഞാട്. വസ്ത്രങ്ങളെയല്ല, കഠിന ഹൃദയം. നിങ്ങൾക്ക് കൈയടിക്കാൻ അറിയാം, എപ്പോൾ കൈയടി നിർത്തണമെന്നറിയാം, എപ്പോൾ കൈ ഉയർത്തണമെന്നറിയാം, എപ്പോൾ കറാ മുറ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അറിയാം, നിങ്ങൾക്ക് സ്തുതിക്കാൻ അറിയാം. പക്ഷെ ഒന്നും നിങ്ങൾക്കറിയത്തില്ല, ദൈവത്തിന്റെ പ്രസൻസ് സൂക്ഷിക്കാൻ അറിയാത്തത് കൊണ്ട്. നോ മോർ ഇഖാബോദ്. മഹത്വം പോയി. മഹത്വം പോയാൽ ജീവൻ പോകുന്നതിനേക്കാൾ വലിയ ഗതികേടാണ്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, മഹത്വം പോയാൽ ജീവൻ പോകുന്നതിനേക്കാൾ വലിയ ഗതികേടാണ്. കാരണം യേശു കർത്താവ് 2 കേസിൽ വാണിംഗ് നൽകി. നമ്പർ 1, ഉപ്പ് കാരമില്ലാതെ പോയാൽ പുറത്തിട്ട് ചവിട്ടുമെന്ന്. ഉപ്പ് കാരമില്ലാതെ പോയാൽ സമൂഹം നിന്നെ ചവിട്ടും. അതേ, നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായി പോയാൽ. നമ്പർ 2, നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായി പോയാൽ ആ ഇരുട്ട് എത്ര വലുതായിരിക്കുമെന്ന്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഉപവസിച്ചവരെ, പ്രാർത്ഥിച്ചവരെ, ആരാധിച്ചവരെ, അന്യഭാഷ പറയുന്നവരെ, സുവിശേഷ വേല ചെയ്യുന്നവരെ, പ്രസംഗിക്കുന്നവരെ, സൺഡേ സ്കൂളിൽ ക്ലാസ് എടുക്കുന്നവരെ, യൂത്ത് മീറ്റിംഗിൽ പ്രോഗ്രാം എടുക്കുന്നവരെ, ഒരു കാരണവശാലും ജീവൻ പോയാലും നിന്നുള്ള മഹത്വം പോകല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ചുറ്റിരിക്കുന്ന 4 പേരെ തൊട്ട് പറ, ഇഖാബോദ് വേണ്ട. പെട്ടെന്ന് പറഞ്ഞേ, ഇഖാബോധം വേണ്ട. കണ്ണ് പിന്നെ തുടയ്ക്കാം. പറ, ഇഖാബോദ് വേണ്ട. ഓ, ഇമ്മാനുവലിനെ കൂട്ടിന് വിളിച്ചോ. ഹല്ലേലൂയ. കർത്താവിനെ കൂട്ടിന് വിളിച്ചോ. കർത്താവ് നിന്റെ കൂടെ ഇരിക്കട്ടെ. ഒറ്റയ്ക്ക് ജീവിക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. ഒരിക്കൽ കൂടെ, ഒറ്റയ്ക്ക് ജീവിക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. ഒറ്റയ്ക്ക് പാർക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. എന്നാൽ ഒറ്റയ്ക്കല്ല നീ ആയിരിക്കേണ്ടത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ വെള്ളത്തിലൂടെ കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിലൂടെ കിടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടെ നടന്നാൽ നീ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ലോകാവസാനത്തിന്റെ എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇമ്മാനുവേൽ നിന്നോട് കൂടെ ഇരിക്കട്ടെ. എൻ്റെ പുസ്തകം പറയുന്നു, ഏലിയോട് കൂടെ കർത്താവില്ലായിരുന്നു, ഫൊന്നിയോടും ഫീനഹോസിനോടും കൂടെ കർത്താവില്ലായിരുന്നു. പക്ഷെ അടുത്ത തലമുറ ഇതാ വളർന്നു വരികയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. 2024 ഓഗസ്റ്റ് മാസം 18-ാം തീയതി ഞാൻ പ്രഖ്യാപിക്കട്ടെ, പ്രവചിക്കട്ടെ, അടുത്ത തലമുറ വളർന്നു വരികയാണ്. അടുത്ത തലമുറ വളർന്നു വരികയാണ്. ദൈവ ശബ്ദത്തെ തിരിച്ചറിയുന്ന ഒരു തലമുറ, ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ഒരു തലമുറ, ദൈവ സാന്നിധ്യത്തെ നിലനിർത്തി അതിൽ വർദ്ധിച്ചു വരുന്ന തലമുറ. അങ്ങനെയുള്ള പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ.
ആനിവേഴ്സറി ഡേക്ക് ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിച്ചു പറയാൻ ദൈവാത്മാവിനെ ഓർപ്പിക്കുന്നു. അപ്പന്മാർ ഇടറിയതെടുത്ത്, അമ്മമാർ പതറിയെടുത്ത്, പൂർവികർ നഷ്ടപ്പെടുത്തിയെടുത്ത്, അവർക്ക് ചെയ്യാൻ കഴിയാത്തത് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന് കൃപയാൽ ചെയ്യാൻ ചെയ്യാൻ ദൈവം നിയോഗിക്കുന്ന തലമുറ ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 40 വർഷക്കാലം അല്ലെങ്കിൽ 25 വർഷക്കാലം ഈ സ്തോത്രം സംസ്ഥാനത്തിന് കഴിയാത്തത് ദൈവകൃപയാൽ തിരിച്ചു പിടിക്കാൻ ചിലതിന് ദൈവം ദൈവം വളർത്തുകയാണ്. ലാസ്റ്റ് 20 ഇയേഴ്സ് നഷ്ടപ്പെട്ടു. 20 വർഷം സ്റ്റക്കായി പോയി. 20 വർഷം എങ്ങനെ പറയാൻ തക്കൊണ്ട് കഴിയും? 20 വർഷം തിരുവചനം പറയുന്നു ആ പെട്ടകം പോയിട്ട് 20 വർഷമായി. 20 വർഷം സ്തോത്രം ഇസ്രായേൽ ചരിത്രം സ്റ്റാഗ്നന്റ് ആയി പോയി. 20 വർഷം ഒരു ചുക്കം നടന്നിട്ടില്ല. ദൈവം ഉണ്ടെങ്കിൽ നിനക്ക് മൂവ്മെന്റ് ഉണ്ടായിരിക്കും. ദൈവ സാന്നിധ്യമില്ലെങ്കിൽ നിനക്ക് സ്റ്റാഗ്നന്റ് ആയിരിക്കും. ഓ ഹല്ലേലൂയ. ആരും മിണ്ടുന്നില്ല. തിരിച്ചറിഞ്ഞാട്ടെ സ്തോത്രം. അതെ, ദൈവം ഉണ്ടെങ്കിൽ നീ മൂവ്മെന്റിലായിരിക്കും. ദൈവം ഇല്ലെങ്കിൽ നീ സ്റ്റാഗ്നന്റ് ആയിരിക്കും. ഞാനല്ല പറഞ്ഞ, രമേശനാണ് എനിക്ക് പറഞ്ഞു തന്നത്. സ്തോത്രം. ദൈവമുണ്ടെങ്കിൽ, ജീവനുള്ള ദൈവമുണ്ടെങ്കിൽ നീ മൂവ്മെന്റിലായിരിക്കും ജീവിക്കുന്നത്. ദൈവമില്ലെങ്കിൽ നീ സ്റ്റാഗ്നന്റ് ആയിരിക്കും. എന്നാൽ അതിൻ്റെ നടുവിൽ ആരൊക്കെയോ കരഞ്ഞു കാണും, ആരൊക്കെയോ നിലവിളിച്ചു കാണും, ആരൊക്കെയോ പ്രാർത്ഥിച്ചു കാണും. ഈ സ്റ്റാഗ്നേഷനിൽ നിന്ന്, ഈ സ്റ്റാഗ്നന്റ് അനുഭവത്തിൽ നിന്ന്, ഈ സ്തംഭനാവസ്ഥയിൽ നിന്ന് ഒരു വ്യത്യാസം ഞങ്ങൾക്ക് വരുത്തണമേ. കുറേ വർഷങ്ങളായി ഞങ്ങൾ സ്തംഭനാവസ്ഥയിലാണ്. ചില വിഷയങ്ങളിൽ കുറ്റിയെ അടിച്ച് കെട്ടിയിരിക്കുന്ന വിധത്തിൽ ഞങ്ങളെ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നാൽ ആ സ്തംഭനാവസ്ഥയെ ഈ നാഴികക്കല്ലിൻ്റെ നാളുകളിൽ ആ സ്തംഭനാവസ്ഥയിൽ നിന്ന് ആ കെട്ടുകളെ അടിച്ച് ഒരു മുന്നോട്ടുള്ള കുതിപ്പിന് വേണ്ടി, ഒരു മൂവ്മെന്റിന് വേണ്ടി ജനത്തെ ദൈവം ഒരുക്കാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകം പറയുന്നു 20 വർഷത്തിന് ശേഷം ജനം സ്തോത്രം അതേ മിസ്പയിൽ ഒന്നിച്ചുകൂടി. വേദപുസ്തകത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ ഫെലിസ്ത്യൻ്റെ ഒരു സ്വഭാവമായിരുന്നു ജനം ഒരുമിച്ച് കൂടുവാൻ തക്കണം പാടില്ല. വാഗ്ദത്ത ദേശത്തിൽ 7 ജാതികളുണ്ട്. ഞാനിങ്ങനെ പറയട്ടെ, വാഗ്ദത്തത്തിന് എതിരെ നിൽക്കുന്ന 7 ശത്രുക്കളുണ്ട്. ആ 7 ശത്രുക്കൾക്ക് 7 നേച്ചറാണുള്ളത്. ഓരോ ദുരാത്മാവിന് ഓരോ നേച്ചർ ഉള്ളതുപോലെ ഓരോ അന്ധകാര ശക്തിക്ക് ആത്മീയമാണ്, പക്ഷേ അത് സ്തോത്രം അത് ദുരാത്മാവാണ്. അത് സാത്താന്യ സ്തോത്രം വേഷമാണ്. ഓരോ ദുരാത്മാവിന് ഓരോ നേച്ചർ ഉള്ളതുപോലെ ഫെലിസ്ത്യൻ്റെ ഒരു സ്തോത്രം നേച്ചറായിരുന്നു. ജനം ഒരുമിച്ച് കൂടുവാൻ പാടില്ല. ജനം ഒരുമിച്ച് കൂടിയാൽ അവർ യുദ്ധം ചെയ്യും. ജനം ഇതാ മിസ്പയിൽ ഒരുമിച്ച് കൂടി. മിസ്പയിൽ അവർ ഒരുമിച്ച് കൂടി എന്നറിഞ്ഞപ്പോൾ ഫെലിസ്ത്യനത യുദ്ധത്തിനായി വന്നു. എന്നാൽ വേദപുസ്തകം പറയുന്നു സ്തോത്രം, ഫെലിസ്ത്യർ യുദ്ധത്തിനായി വരുന്ന ആ ദിവസത്തിൽ മിസ്പയിൽ ജനം വെറുതെ ഒരുമിച്ച് കൂടിയതല്ല. ആ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ, 3-ാം അധ്യായം വായിക്കുമ്പോൾ 100% അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. 100% അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ഒരു ട്രാൻസ്ലേഷനിൽ എങ്ങനെയാണ് വായിച്ചത്? പൂർണ്ണ ഹൃദയത്തോടെ. എല്ലാവരും പറഞ്ഞാൽ എങ്ങനെയാണ്? കേട്ടില്ല, ഒരിക്കൽ കൂടെ. പൂർണ്ണ ഹൃദയത്തോടെ, ഹോൾ ഹാർട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു. നമുക്കുള്ള കുഴപ്പം, നമ്മൾ ചർച്ചിലാണ് ബോഡി ഇരിക്കുന്നത്, പക്ഷേ ഹൃദയം വേറെ ആവനോ കയ്യിൽ കൊടുത്തു, അല്ലെങ്കിൽ ഏതവളയോ ഹൃദയം കൊണ്ടുപോയി. യു കനോട്ട് ഗീവ് യുവർ ഹാർട്ട് ടു ദ റോങ് പീപ്പിൾ. യു കനോട്ട് ഗീവ് യുവർ ഹാർട്ട് ടു ദ റോങ് തിങ്സ്. നിന്റെ ഹൃദയം സ്തോത്രം ദൈവത്തിന് ആയിട്ടാണ് നീ കൊടുക്കേണ്ടത്. കേട്ടവർ ആമേൻ പറഞ്ഞേ. പണ്ടൊരു സ്റ്റോറി കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചതായിരിക്കാം, സ്കൂളിൽ പഠിച്ചതായിരിക്കാം. സ്തോത്രം, ഒരു മുതലയുടെ മുകളിൽ ഒരു കുരങ്ങിരുന്നു. സ്തോത്രം, നമ്മൾ പഠിച്ചതാണല്ലേ? യെസ്. മുതലയുടെ പുറത്ത് കുരങ്ങനിരുന്നു. മുതലയ്ക്കാണെങ്കിൽ കുരങ്ങൻ്റെ ഹൃദയം തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബുദ്ധിമാനായ കുരങ്ങൻ പറഞ്ഞു, സ്തോത്രം, ഞാൻ നിൻ്റെ പുറത്ത് കയറുമ്പോഴേക്കും എൻ്റെ ഹൃദയം ഞാൻ മരത്തിൻ്റെ മണ്ടയിൽ വെച്ചിട്ടാവുന്നേ. മന്ദബുദ്ധി മുതല തിരിച്ച് നീന്തി. നീ പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം വല്ലയിടത്തും വല്ലവനും നിൻ്റെ ഹൃദയം കൊടുക്കല്ല. അടുത്ത സെന്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. ഹൃദയം തകർക്കാത്തവൻ്റെ കയ്യിൽ നിൻ്റെ ഹൃദയം കൊടുത്താട്ടെ. ഹൃദയം തകർക്കാത്തവൻ്റെ കയ്യിൽ നിന്റെ ഹൃദയം കൊടുത്താട്ടെ.
റോങ് പീപ്പിളിന്റെ കയ്യിൽ നിന്റെ ഹൃദയം കൊടുത്താൽ ചെമ്പരത്തി പൂ എന്ന് പറഞ്ഞ് അവർ തകർത്ത് കളയും. പിന്നെ അവസാനം ലൈഫ് പോയി. പക്ഷെ നിന്റെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് കൊടുത്താടെ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, പൂർണ്ണ ഹൃദയത്തോടെ ഇസ്രായേൽ അപ്പോസ്റ്റസിയിൽ നിന്ന്, ഈ കാബോദിൽ നിന്ന് മഹത്വം പോയതായ ജനം, കൃപ നഷ്ടപ്പെട്ട ജനം, പ്രാർത്ഥന നഷ്ടപ്പെട്ട ജനം, വേർപാടും വിശുദ്ധിയും നഷ്ടപ്പെട്ട ജനം, ലോകക്കാരെ പോലെ ജീവിക്കുന്നതായ ജനം, ലോകക്കാരെ പോലെ പെരുമാറുകയും ലോകക്കാരെ പോലെ സംസാരിക്കുകയും ചെയ്യുന്ന ജനം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ. ഓ, എന്തൊരു ശാന്തതയെ നോക്ക്. ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു. അതിൻ്റെ ആ പദത്തിൻ്റെ പേരാണ് റിപ്പൻഡൻസ്. ആ പദത്തിൻ്റെ പേരാണ് മാനസാന്തര. വളരെ കുറച്ച് കേൾക്കുന്ന ഒരു പദമാണ്, പ്രാസംഗികന്മാർ വളരെ കുറച്ച് പറയുന്ന ഒരു പദമാണ് മാനസാന്തര. സ്തോത്രം, അതെ, വളരെ കുറച്ച് വെളിപ്പെടുന്ന ഒരു കാര്യമാണ് മാനസാന്തരം. ഇങ്ങനെയാണ് വെസ്റ്റേൺ നാട്ടിൽ ഈ അടുത്ത സമയത്തുള്ളതായ സ്തോത്രം ഒരു കണക്ക് പറയുന്നത്, പാശ്ചാത്യ ദേശത്ത് നിന്ന് വെളിപ്പെട്ടതായ ഒരു കണക്ക് പറയുന്നത് 80% ജനം വിശ്വസിക്കുന്നു. ഈ പ്രസംഗിക്കുന്നതുണ്ടല്ലോ, 80% ജനം വിശ്വസിക്കുന്നു. 26% ജനം അനുസരിക്കുന്നു. 80% വിശ്വസിക്കുന്നു, 26% അനുസരിക്കുന്നു, 2% മാനസാന്തരപ്പെടുന്നു. ഓ പോയി. 80% വിശ്വസിക്കുന്നു. ക്രൈസ്റ്റ് സെൻ്ററിൽ എല്ലാ ഞായറാഴ്ചയും കേൾക്കുന്ന ഈ നല്ല ദൂത് 80% വിശ്വസിക്കുന്നു, 26% സ്തോത്രം അതെ ഒബേ അനുസരിക്കുന്ന, 2% മാത്രം മാനസാന്തരപ്പെടുന്നു. നിന്റെ മനസ്സ് മാറിയിരുന്നെങ്കിൽ നിന്റെ ലൈഫ് ഇങ്ങനെ ആകത്തില്ലായിരുന്നു. നിന്റെ മനസ്സ് മാറിയിരുന്നെങ്കിൽ നിനക്കൊരിക്കലും അബദ്ധം പറ്റത്തില്ലായിരുന്നു. നിന്റെ മനസ്സ് മാറിയിരുന്നെങ്കിൽ ശത്രുവിൻ്റെ കെണിയിൽ നീ വീഴത്തില്ലായിരുന്നു. നിങ്ങൾ സ്തോത്രം പറയത്തില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. കൃത്യമായി ബിൽഡിംഗ് ഫണ്ടിന് പൈസ കൊടുത്താൽ മതി, എനിക്കൊന്നും തരണ്ട, ഞാൻ വോളണ്ടിയറാണ്. എപ്പോൾ കർത്താവ് പറയോ ഞാൻ അപ്പം ഈ പട്ടണത്തിൽ നിന്ന് പെട്ടി പാക്ക് ചെയ്യും, നിങ്ങൾക്ക് ആർക്കും ബാധ്യതയായിരിക്കത്തില്ല എന്ന് ഒരിക്കൽ കൂടെ പറയട്ടെ. പക്ഷേ നിന്റെ ലൈഫ് മാറണമെങ്കിൽ നീ മാനസാന്തരപ്പെടണം. നിന്റെ ജീവിതം മാറണമെങ്കിൽ നീ മാനസാന്തരപ്പെടണം. വേറൊരു ഷോർട്ട് കട്ടില്ല. നിന്റെ കുടുംബം മാറണമെങ്കിൽ നീ മാനസാന്തരപ്പെടണം. മനസ്സ് മാറിയാൽ ജീവിതം മാറി. മനസ്സ് മാറിയാൽ ജീവിതം മാറി. ഈ കാബോദിൽ നിന്ന് മഹത്വം പോയി നഷ്ടത്തിൽ മേൽ നഷ്ടം കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് നീ തിരിഞ്ഞാലേ പറ്റത്തുള്ളൂ. ഓ ഹല്ലേലൂയ. അവർ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെങ്കിലേക്ക് അവർ തിരിഞ്ഞു. അവർ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ പാല് കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് ശമൂവേൽ ഇതാ കർത്താവിൻ്റെ സന്നിധിയിൽ യാഗം കഴിച്ചെന്ന അധ്യായം പറയുന്നു. എല്ലാ യാഗങ്ങളും ഒരു യാഗത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരിക്കൽ കൂടെ, എല്ലാ യാഗങ്ങളും ഒരു യാഗത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പാല് കുടിക്കുന്ന ആട്ടിൻകുട്ടി എടുത്തപ്പം ആടിന് നൊന്തു. സ്തോത്രം, അമ്മയ്ക്കും നൊന്തു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരാടിനും നൊന്തു. ഗതശമനയിൽ അവൻ ഇങ്ങനെ കരഞ്ഞു പറഞ്ഞു, പിതാവേ എല്ലാം സാധ്യം, പിതാവേ എല്ലാം സാധ്യം, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എനിക്ക് മനസ്സിലാകുന്നു വേദനയോടെ പിതാവായ ദൈവം മുഖം തിരിച്ചു. നീ ചെയ്തതും ചെയ്യാൻ പോകുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ സകല പാപത്തിൻ്റെ ശിക്ഷ യേശുവിൻ്റെ മേൽ കടന്നു വന്നു. ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ മാത്രമല്ല, ഒരു ജാതിയുടെ മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ മാത്രമല്ല, ഇന്നലകളിൽ ജനിച്ച് ജീവിച്ചവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരും നാളെ കാലമുണ്ടെങ്കിൽ ജനിച്ച് ജീവിപ്പാൻ പോകുന്നതുമായ സകലരുടെയും ഭാവം, അതേ ആദാമ്യ വർഗത്തിൻ്റെ ഭാവം ദൈവത്തിൻ്റെ കുഞ്ഞാടാകുന്ന യേശു കർത്താവിന്റെ മേൽ കടന്നു വന്നു. യേശു കർത്താവിന്റെ മേൽ പാപഭാരം വന്നപ്പോൾ അവന്റെ ബ്ലഡ് പ്രഷർ വർദ്ധിച്ച് ബ്ലഡ് വെസൽസ് ഉടക്കപ്പെട്ടിട്ട് വിയർപ്പ് വരേണ്ട സ്ഥാനത്ത് രക്തം പുറത്തേക്ക് വന്നു. ഗതശമന തോട്ടത്തിൽ സ്തോത്രം, അതേ മനുഷ്യന്റെ ഭാവം യേശുവിന്റെ മേൽ കടന്നു വന്നു. അവന്റെ തോളിൽ നീ നോക്കിയാൽ കുറച്ച് തഴമ്പ് കാണുവാൻ കൊണ്ട് കഴിയും. ക്രൂശൻ ചുമന്നുകൊണ്ട് അവൻ ഗോൽഗോഥയിലേക്ക് പോയി. അർത്ഥം, നിന്റെ പാപത്തിന്റെ ഭാരത്തെ ചുമന്നുകൊണ്ട് യേശു കർത്താവ് സ്തോത്രം ഗോൽഗോഥയിലേക്ക് പോയി. 2000 വർഷങ്ങൾക്ക് മുമ്പ് 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവൻ ക്രൂശിൽ ഉയർത്തപ്പെട്ടു. ദൈവസ്നേഹത്തോടെ കരങ്ങളെ ചലിപ്പിച്ചൊന്ന് കേട്ടിരുന്നാട്ടെ. കഥ കേട്ടിരിക്കുന്നത് പോലെ ഇരിക്കാത്ത കരങ്ങളെ ചലിപ്പിച്ച് നിന്റെ പാപത്തിന്റെ ഭാരത്ത് ചുമന്നുകൊണ്ട് യേശു ക്രൂശിന്മേൽ സ്തോത്രം തൂങ്ങി നിന്ന് എന്നിട്ട് ഈ പ്രകാരം പറഞ്ഞു, പിതാവേ സ്തോത്രം, നീ എന്നെ കൈവിട്ടതെന്ത്? എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? പാല് കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ശമൂവേൽ അമ്മയിൽ നിന്ന് അടർത്തിയെടുക്കുമ്പോൾ ആടിന് ഇഷ്ടപ്പെട്ടില്ല. ആട് കരഞ്ഞു, കുഞ്ഞും കരഞ്ഞു. പക്ഷേ ആ സാക്രിഫൈസ് സ്തോത്രം ദൈവത്തിൻ്റെ പ്രസാദമായി. 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേം പട്ടണം
പട്ടണത്തിന് പുറത്ത് യെരൂശലേം പട്ടണത്തിന് പുറത്ത് നടന്ന ആ സുപ്രീം സാക്രിഫൈസ്, ആ പരമയാഗം, എല്ലാവരും പറഞ്ഞ പരമയാഗം നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥയെ മാറ്റി. നീ ഇന്ന് പകൽ ജീവനോടെ ഇരിക്കുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല, നിന്റെ മിടുക്ക് കൊണ്ടല്ല, നിന്റെ നീതി പ്രവൃത്തി കൊണ്ടല്ല, നിന്റെ ഉപവാസം കൊണ്ടല്ല, നിന്റെ പ്രാർത്ഥന കൊണ്ടല്ല. നീ ജീവനോടെയായിരിക്കുന്നത് യേശു നിനക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. ചൈനയിൽ നടന്ന ഒരു സംഭവം പറയട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് പറയായിരുന്നു എല്ലാ മീറ്റിങ്ങിന്. ചൈനയിൽ സ്തോത്രം, ഒരു സഹോദരി ഗർഭിണിയായി വീട്ടിൽ നിന്ന് പുറത്തായി. എങ്ങനെ ജീവിക്കണമെന്ന് അറിയത്തില്ല. അവൾ തൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. ആ സുഹൃത്ത് അവളെ സന്തോഷത്തോട് സ്വീകരിച്ചു. എന്നിട്ട് സ്തോത്രം, ഗർഭിണിയായ സഹോദരി പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ നിൻ്റെ കൂടെ പാർക്കും. അതിനുശേഷം ഞാൻ എന്തെങ്കിലും ജോലിയും തേടി വേറെ എവിടെയിലേക്കും ഞാൻ പൊക്കൊള്ളാം. പക്ഷേ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എപ്പോഴാണോ എൻ്റെ പ്രസവ വേദന വർദ്ധിക്കുന്നത്, ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിൽ എന്നെ എത്തിക്കണം. അവൾ പറഞ്ഞു, ഓക്കെ, ഐ വിൽ ഡു ദാറ്റ്. ഞാനത് ചെയ്യും. ആ ഗർഭസ്ഥ ശിശു വളർന്നു വന്നു. അപ്പോൾ ഈ സഹോദരിക്ക് സ്തോത്രമാരാ, തൻ്റെ ഫ്രണ്ടിന്, അവൾക്ക് ജോലിയുണ്ട്. സ്തോത്രം. പക്ഷേ കഷ്ടകാലത്തിന്, ഒരു വല്ലാത്ത കഷ്ടകാലത്തിന് ഇവൾക്ക് പ്രസവവേദന വന്നപ്പോൾ ഇവൾ ജോലിയിലാണ്. ആ രാത്രിയിൽ സ്തോത്രം തൻ്റെ ഫ്രണ്ട് ഇവളെ പരിചരിപ്പാൻ, ഇവളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സഹായിപ്പാനില്ലായിരുന്നു. നല്ല സ്നോഫാളുള്ള ദിവസം, കഠിനമായ തണുപ്പ്, ഭയങ്കരമായി മഞ്ഞു പെയ്യുന്നു. പൂർണ്ണ ഗർഭിണിയായവൾ ആ പ്രസവ വേദനയോടെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് വെച്ച് നടക്കാൻ തുടങ്ങി. പക്ഷേ ആ ഹോസ്പിറ്റലിലേക്ക് അവൾക്ക് എത്താൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് അവൾ പ്രസവിച്ചു. ആ ചന്ദ്രൻ്റെ പ്രകാശത്തിൽ അവൾ കണ്ടു, സ്തോത്രം, അതൊരു ആൺകുട്ടിയാണ്. ആ കഠിനമായ തണുപ്പിൽ അവൾ കിടന്നു. ആ നവജാത ശിശുവിനെ കണ്ടു, അയ്യോ, ഈ ഭയങ്കരമായ തണുപ്പിൽ എൻ്റെ കുട്ടി മരിക്കുവാൻ പോകുന്നു. ഈ തണുപ്പിൽ നിന്ന് ഈ കുഞ്ഞെങ്ങനെയെങ്കിലും രക്ഷ പ്രാപിക്കണം. അവൾ തൻ്റെ ഔട്ടർ ഗാർമെൻറ്റ്, തൻ്റെ പുറത്തുള്ളതായ കോട്ട് ആ കുഞ്ഞിനെ നന്നായി ചുറ്റി. വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അമ്മ നോക്കി, സ്നോഫോൾ വീണ്ടും വർദ്ധിക്കുകയാണ്. അവൾ തൻ്റെ പുറത്തെ വസ്ത്രം, സ്തോത്രം, ആ കുഞ്ഞിന് മേൽ ചുറ്റി. വീണ്ടും സ്നോഫോൾ വർദ്ധിക്കുകയാണ്. അവൾ തൻ്റെ അകത്തെ വസ്ത്രം ആ കുഞ്ഞിന് മേൽ ചുറ്റി. തൻ്റെ അവസാനത്തെ വസ്ത്രവും ആ കുഞ്ഞിന്മേൽ ചുറ്റി. അതാണ് അമ്മയുടെ ഹൃദയം. അതാണ് അമ്മമാരുടെ ഹൃദയം. അതാണ് അമ്മമാരുടെ ഹൃദയം. പിറ്റേ ദിവസം രാവിലെയായി ഡ്യൂട്ടി കഴിഞ്ഞ് സുഹൃത്ത് തൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ തൻ്റെ സ്നേഹിതയെ കാണുന്നില്ല. അവൾ അന്വേഷിച്ചിറങ്ങി പോകുമ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിൽ 2 പേർ കിടക്കുകയാണ്. ഒന്നൊരു പുതിയ കുഞ്ഞ്, മറ്റൊന്ന് പൂർണ്ണ നഗ്നിയായി മരിച്ചു കിടക്കുന്ന തൻ്റെ സ്നേഹിത. പൂർണ്ണ നഗ്നിയായി അവൾ മരിച്ചു കിടക്കുകയാണ്. അമ്മ ആ കുഞ്ഞിന് വേണ്ടി മരിച്ചു. ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. അമ്മയെ അടക്കി ആ കുഞ്ഞിനെ അവൾ എടുത്തു. ആ കുഞ്ഞിനെ വളർത്തി. ഓരോ ദിവസവും ആ കുഞ്ഞ് സ്വന്തം കുഞ്ഞെന്നതുപോലെ അവൾ വളർത്തി. എല്ലാ ദിവസവും ആ കുഞ്ഞ് അവളെ നോക്കി വിളിക്കുമായിരുന്നു, അമ്മ അമ്മ അമ്മ. 1 വയസ്സായി, 2 വയസ്സായി, 3 വയസ്സായി, 12ാമത്തെ വയസ്സായപ്പോൾ ഉള്ള സത്യം അവൾക്ക് തുറന്ന് പറയേണ്ടി വന്നു. അവൾ പറഞ്ഞു, ബാ, സ്തോത്രം, നിൻ്റെ 12ാമത്തെ ജന്മദിനമാണ് ഇന്ന്. നമുക്ക് ആ സിമെട്രിയിലേക്ക് കടന്നു പോകാം. ആ സിമെട്രിയിലേക്ക് പോയിട്ട് അവൾ പറഞ്ഞു, ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നതെന്ന് ആരെന്നറിയോ? എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താണ്, എൻ്റെ ആത്മാർത്ഥ സ്നേഹിതയാണ്. അതാരെന്നറിയോ? മുഴുവൻ ചരിത്രം പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ അമ്മയാണ്. നിൻ്റെ അമ്മ കാരണമാണ് ഇന്ന് നീ ജീവനോടെ ആയിരിക്കുന്നത്. നീ ജീവനോടെ ഇരിപ്പാൻ നിൻ്റെ അമ്മ വസ്ത്രം നഷ്ടപ്പെട്ടവളായി, അപമാനിക്കപ്പെട്ടവളായി, നഗ്നയായ തെരുവിൽ സ്തോത്രമൾ മരിച്ചു കിടന്ന 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ ബിസി സ്ട്രീറ്റിൻ്റെ അരികിൽ, ആ വലിയ ഹൈവേയുടെ അരികിൽ ആയിരക്കണക്കിന് ജനം ഒരുപക്ഷെ ആ വഴിയിലൂടെ നടക്കുമ്പോൾ ആകാശത്തിനും ഭൂമിക്കും മധ്യേ സ്തോത്രം ദൈവപുത്രൻ നിനക്കായി നഗ്നനായി കിടന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്വർഗത്തിൽ തേജസ്സിനെ വാരിച്ചുറ്റി വസിക്കുന്ന സ്തോത്രം മഹോന്നതങ്ങളിൽ ഉന്നതനായ കർത്താവ്, the King of Glory, അവൻ സ്തോത്രം നഗ്നനായി തകർന്നവനായി, ഇവൻ മനുഷ്യനല്ല എന്നും തോന്നുമാറ് അവൻ തകർന്നു കിടന്നത് നിന്ന് മാറിപ്പോയിട്ട് നിന്റെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലായി വെളിപ്പെടുവാൻ. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ, ഹല്ലേലൂയ.
സോ ഇന്ന് പകൽ നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് യേശു നിമിത്തമാണ്. നിനക്ക് 3 നേരം ആഹാരം ലഭിച്ചത് അവൻ നിമിത്തമാണ്. നിനക്ക് നല്ല എഡ്യൂക്കേഷൻ ലഭിച്ചെങ്കിൽ അവൻ നിമിത്തമാണ്. യേശു നിമിത്തമാണ് ഈ ആരോഗ്യം നിനക്കുണ്ടായത്, ഈ സൗന്ദര്യം നിനക്കുണ്ടായത്. നിന്റെ ആൽഫ മുതൽ ഓമേഗ ആയിരിക്കുന്ന സകലതും സ്തോത്രം ദൈവമാണ് നിനക്ക് നൽകിയത്. അനുഭവിക്കുന്നവർ, വിശ്വസിക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാടെ. സോ യേശുവാണ് നിന്റെ എബനീസർ, യേശുവാണ് നിന്റെ നാഴികക്കല്ല്. പുസ്തകത്തിൽ സ്തോത്രം യേശു കർത്താവിനെ കല്ല്, പാറ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയാം. സ്തോത്രം മെറ്റഫോർ, ഉപമാനമായി, എക്സാമ്പിളായി, പാരബിളായി കർത്താവിനെ കുറിച്ച് സ്തോത്രം പല കാര്യങ്ങൾ തിരുവചനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. അതിലൊന്നാണ് അവൻ എൻ്റെ പാറ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, അവൻ എൻ്റെ പാറ. 18-ാം സങ്കീർത്തനം ടോറി വളരെ ഗംഭീരമായി വായിച്ചു പോയി. അതിൻ്റെ 3-ാം വാക്യം പറയുന്നു, എൻ്റെ കർത്താവ് എൻ്റെ പാറ. ഒരിക്കൽ കൂടെ, എൻ്റെ കർത്താവ് എൻ്റെ പാറ. ഒരിക്കൽ കൂടെ പറഞ്ഞേ, എൻ്റെ കർത്താവ് എൻ്റെ പാറ. എങ്ങനെയുള്ളൊരു പാറ? സ്വർഗത്തെ തുറക്കുന്ന ഒരു പാറ. സ്വർഗത്തെ തുറക്കുന്ന ഒരു പാറ. യാക്കോ വന്നിട്ടുണ്ടെങ്കിൽ പറയും, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു ദിവസം ഓടി വരുമ്പോൾ എൻ്റെ ചേട്ടൻ എന്നെ കൊല്ലാൻ വേണ്ടി വരുന്നതായ ഒരു ദിവസത്തിൽ എൻ്റെ വീട് എനിക്കെതിരായി തീർന്നപ്പോൾ, എൻ്റെ ചേട്ടൻ എനിക്കെതിരായി തീർന്നപ്പോൾ എനിക്ക് തലയണായി ലഭിച്ച ഒരു പാറയുണ്ടായിരുന്നു. എൻ്റെ തല ഞാൻ മണ്ണിലും പെണ്ണിലുമല്ല വെച്ചത്. എൻ്റെ തല ആ പാറയിൽ ഞാൻ വെച്ചപ്പോൾ, എൻ്റെ തല ഞാൻ പാറയിൽ വെച്ചപ്പോൾ സ്വർഗം എനിക്കായി തുറക്കപ്പെട്ടു. സ്വർഗത്തെ തുറക്കുന്ന പാറ. ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കട്ടെ നിങ്ങളോട് ഈ പകൽ പറവാൻ കർത്താവിനോട് ആവശ്യപ്പെട്ടത്, സ്വർഗത്തിന്റെ കവാടങ്ങളെ തുറക്കുന്ന പാസ്വേഡാണ് യേശുവാകുന്ന പാറ. സ്വർഗ കവാടങ്ങളെ തുറക്കുന്ന പാസ്വേഡാണ് യേശു കർത്താവാകുന്ന പാറ. കമാൻ, ഒരു തുറന്ന സ്വർഗം ആഗ്രഹിക്കുന്ന എല്ലാവരും അവന് മഹത്വം കൊടുത്തേ. വേറെ എന്ത് പറഞ്ഞാലും, വേറെ എങ്ങനെ പ്രാർത്ഥിച്ചാലും, വേറെ എന്തൊക്കെ കാര്യം പെർഫോം ചെയ്താലും സ്വർഗം തുറക്കത്തില്ല. യോഹന്നാൻ 14:14 കർത്താവ് പറഞ്ഞു, 16:24 യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കേണ്. കർത്താവേ, ഞാൻ ഇന്ന സഭയിൽ അംഗമാണ്, ഇന്ന പാസ്റ്ററാണ് എന്നെ സ്നാനപ്പെടുത്തിയത്, ഇന്ന ആൾക്കാരെ എനിക്കറിയാം, ഞാൻ ഇന്ന കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്, നിനക്കൊന്നും കിട്ടത്തില്ല. പകരം എന്നാൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എന്ന് നീ പറയുമ്പോൾ പിതാവായ ദൈവത്തിന്റെ കൃപയാൽ അതേ സ്വർഗം തുറക്കപ്പെടുന്ന പാറയാണ് കർത്താവായ യേശു. സ്വർഗം നിനക്കായി തുറക്കുന്ന പാറയാണ് യേശു. 2-ാം വേദപുസ്തകം പറയുന്നു, ഹോരേബിലെ പാറ. കർത്താവ് നിന്റെ പാറയാണ്. എബനീസർ മാത്രമല്ല, യേശു നിന്റെ പാറ, ഹോരേബിലെ പാറ. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 4-ാം വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 4-ാം വാക്യം. സ്തോത്രം. ആവർത്തന പുസ്തകം 32:4. ആവർത്തനം 32:4. പുറപ്പാട് പുസ്തകം 17:5. പുറപ്പാട് 17:5. ആവർത്തനം 32:4. സ്തോത്രം. 1 കൊരിന്ത്യർ 10:4. ഈ 3 വാക്യങ്ങൾ ഒരേപോലെ പറയുന്നു, ആ പാറ ക്രിസ്തു തന്നെ. ശബ്ദമുയർത്തി പറഞ്ഞേ, ആ പാറ ക്രിസ്തു തന്നെ. ഏത് പാറ? വെള്ളം കിട്ടാതെ ഇസ്രായേൽ മരുഭൂമിയിൽ ഉഴറി. എന്തൊക്കെയോ കിട്ടാതെ ഉഴറിയോ, ഞെരുക്കത്തിലായിരിക്കുന്നു, എല്ലാം തീർന്നെന്ന് പറയുന്നു. ഡീഹൈഡ്രേഷൻ വന്നിരിക്കുന്നത് പോലെ തളർന്നു പോയി, ഉറവകളെല്ലാം വറ്റിപ്പോയി, പേഴ്സ് കാരിയായി, അലമാര കാരിയായി, അക്കൗണ്ട് കാരിയായി എന്നാരെങ്കിലും പറയുന്നെങ്കിൽ ഞാൻ ആവർത്തിച്ചു പറയട്ടെ, തീക്കൽ പാറയിൽ നിന്ന് നദിയെ പുറപ്പെടുവിക്കുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് 1 കൊരിന്ത്യർ 10:4-5. ആ പാറ ക്രിസ്തു തന്നെ. കർത്താവേ, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. തീക്കൽ പാറയിൽ നിന്ന് ആർക്കും വെള്ളം കിട്ടിയിട്ടില്ല. ആർക്കും ഇതുവരെ തീക്കൽ പാറയിൽ നിന്ന് വെള്ളം കിട്ടിയിട്ടില്ല. ആർക്കും ആ ഓഫീസിൽ നിന്ന് അനുമതി കിട്ടിയിട്ടില്ല. ആ സാർ ആർക്കും കൊടുത്തിട്ടില്ല. ആരും ആ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. കമാൺ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു ഒരു നാഴികക്കല്ല്, ഒരു ലാൻഡ് മാർക്ക് നിന്റെ പേരിൽ കർത്താവ് വിടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. കുടിക്കാൻ വെള്ളമില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് ഇങ്ങെടുത്ത് എന്നല്ല ദൈവം പറഞ്ഞത്, ഒരു കപ്പിങ് കൊണ്ടുപോകാൻ എന്നല്ല ദൈവം പറഞ്ഞത്. കുടിക്കാൻ വെള്ളമില്ലെന്ന് പറഞ്ഞപ്പോൾ പാറയിൽ നിന്ന് നദിയെ ദൈവം തുറന്ന് നൽകി. വേറെ ആരെങ്കിലും പ്രസംഗിക്കുക? ഞാൻ ഒന്ന് നൃത്തം ചെയ്ത് ആരാധിക്കട്ടെ.
കുടിക്കാൻ വെള്ളമില്ലെന്ന് പറഞ്ഞപ്പോൾ പാറയിൽ നിന്ന് നദിയെ ഉളവാക്കിയ ദൈവത്തിൻ്റെ കരം ഈ പട്ടണത്തിൽ വിശ്വസിക്കുന്ന ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി നീ ചോദിക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നു. ആ പാറ ക്രിസ്തു തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോ നിന്നെ നോക്കി പറഞ്ഞു കാണും, ഞാൻ നിന്നെ തട്ടിക്കളയുമെന്ന്. ആരെങ്കിലും പറഞ്ഞു കാണും, സ്തോത്രം, അതേ, ഞാൻ നിന്നെ ഒതുക്കുമെന്ന്, നിന്നെ കൊന്നുകളയുമെന്ന്. മനുഷ്യൻ ഒതുക്കിയാൽ മനുഷ്യൻ കൊല്ലാൻ പറയുന്നെങ്കിൽ അത് ഭീഷണിയാണ്. എന്നാൽ മനുഷ്യനെ പോലെ ഭീഷണിപ്പെടുത്തുന്ന അറുപ്പാനും മോഷ്ടിപ്പാനും കൊല്ലുവാനും വരുന്ന ഒരുവനാണ് സാത്താൻ. സ്തോത്രം. എന്നാൽ സാത്താൻ കൊല്ലാൻ വന്നാൽ ദൈവം സംരക്ഷിക്കും. മനുഷ്യൻ കൊല്ലാൻ വന്നാലും ദൈവം സംരക്ഷിക്കും. എത്രയോ അനുഭവങ്ങളുണ്ട്. എന്നാൽ ദൈവം തന്നെ കൊല്ലാൻ ഇറങ്ങി വന്നാൽ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യനെ കൊന്നുകളയും. എന്നെ കണ്ടിട്ട് ഒരു മനുഷ്യനും ജീവനോടെ ഇരിപ്പാൻ കഴിയത്തില്ല മോശേ. എന്നെ കണ്ടിട്ട് എൻ്റെ സാന്നിധ്യത്തിൽ ഈ ജഡരക്തത്തിൽ ആർക്കും നിൽക്കാൻ കഴിയത്തില്ല. സ്തോത്രം. എൻ്റെ സാന്നിധ്യത്തിൽ ആരും ജീവനോടെ ഇരിപ്പാൻ കഴിയത്തില്ല. സ്തോത്രം. അതെ, ദൈവം തന്നെ, ദൈവത്തിൻ്റെ വിശുദ്ധി അത്ര ഭയങ്കരമാണ്. ഓ കമാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ വിശുദ്ധി അത്ര ഭയങ്കരമാണ്. ദൈവത്തിൻ്റെ ശക്തി അത്ര ഉന്നതമാണ്. ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ സന്നിധിയിൽ രക്ഷപ്പെട്ടു പോകാൻ കഴിയത്തില്ല. ആർക്കും ജീവനോടെ ഇരിപ്പാൻ കഴിയത്തില്ല. പക്ഷെ അപ്പോഴും കർത്താവ് പറഞ്ഞു, പിശാചല്ല, മനുഷ്യനല്ല, എന്നിൽ നിന്ന് പോലും രക്ഷപ്പെടുന്ന ഒരു പ്ലേസ് ഉണ്ട്. ദർ ഇസ് എ ക്ലിഫ്. അവിടെ ഒരു പാറയുണ്ട്, അവിടെ ഒരു പാറയുണ്ട്, അവിടെ ഒരു പാറയുണ്ട്. അത്യുന്നതനായ ദൈവത്തിൻ്റെ ഹല്ലേലൂയ വിശുദ്ധിയുടെ മുൻപിൽ പോലും നീ തകർക്കപ്പെടുന്ന അത്ര ഭയങ്കരമായ നാശം കടന്നു വരുമ്പോഴും നിന്നെ അതിൽ നിന്ന് പോലും സംരക്ഷിക്കുന്ന ഒരു പാറയുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി? ദൈവത്തിൻ്റെ ഭയങ്കരമായ ആ സാന്നിധ്യത്തിൽ നീ ചത്തുപോകാതെ നിന്നെ സംരക്ഷിക്കുന്ന ഒരു പാറയുണ്ട്. തിരുവചനം പറയുന്ന പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ 21-ാം വാക്യം, മോശ ആ പാറയുടെ പിളർപ്പിൽ സ്തോത്രം കയറി നിന്ന്. മോശ ആ പാറയുടെ പിളർപ്പിൽ കയറി നിന്ന്. സ്തോത്രം. അതെ, മോശ ആ പാറയുടെ പിളർപ്പിൽ കയറി നിന്ന്. സ്തോത്രം. അതെ, ദൈവത്തിൻ്റെ സ്തോത്രം. നോ, ദാറ്റ്സ് നോട്ട്. അതെ, ദൈവത്തിൻ്റെ സ്തോത്രം പിൻഭാഗം കർത്താവിൻ്റെ കൃപയാൽ അതേ മോശ കണ്ട് ദൈവം അവനെ സംരക്ഷിച്ചു. ദൈവം അവനെ ഹൈഡ് ചെയ്ത് സൂക്ഷിച്ചു. ഹല്ലേലൂയ. മനസ്സിലായ കാര്യങ്ങളെ ചലിപ്പിച്ചാട്ട്. പുറപ്പാട് പുസ്തകം 30 മുതൽ 33 വരെ ദൈവമായിട്ടുള്ള ഇൻറ്റിമസിയിൽ ജീവിക്കുന്ന ഒരു മോശയെ നിങ്ങൾക്ക് കാണാൻ തക്കവണ്ണം കഴിയാം. ആ പാറയുടെ പിളർപ്പിൽ ദൈവം അവനെ സംരക്ഷിച്ചു. ദൂതിതാണ്. സ്തോത്രം. കർത്താവാകുന്ന പാറയിൽ നീ കയറി നിന്നാൽ നിനക്ക് സുരക്ഷിതത്വമുണ്ട്. ഹല്ലേലൂയ. സുരക്ഷിതത്വമുണ്ട്. മറക്കണമേ കർത്താവേ, ഞങ്ങളെ മറച്ചു സൂക്ഷിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളെ മറച്ചു സൂക്ഷിക്കണമേ. പിളർന്നോരു പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നോരു പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. തുറന്ന നീ ചങ്കിലേ രക്തജലം പാപത്തെ നീക്കി സുഖം നൽകട്ടെ. മുറ്റും രക്ഷിക്ക എന്നെ. പിളർന്നോരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നോരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. തുറന്ന നിൻ ചങ്കിലേ രക്തജലം പാപത്തെ നീക്കി സുഖം നൽകട്ടെ. മുറ്റും രക്ഷിക്ക എന്നെ.
സാത്താൻ തൊടാതെ, മനുഷ്യൻ തൊടാതെ നിന്നെ സംരക്ഷിക്കുന്ന ഒരു പാറയുണ്ട്. തിരുവചനം പറയുന്നു, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ പോലും ആ പാറയിൽ സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ. മനസ്സിലാകുന്നോ? ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഏതവനും തട്ടിപ്പോകും. പക്ഷെ അവിടത്തിൽ പോലും, അതിൽ പോലും, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ പോലും സംരക്ഷിച്ച് നിർത്തുന്ന ആ പാറയ്ക്ക് എത്ര അധികമായി ദുഷ്ട മനുഷ്യന്റെ കെണികളിൽ നിന്ന്, സാത്താന്റെ കെണികളിൽ നിന്ന് ആ പിളർന്ന പാറ നിന്നെ സംരക്ഷിക്കും. സഹോദരി സഹോദരന്മാരെ, ഓഗസ്റ്റ് മാസം 18-ാം തീയതി ഞാൻ പ്രഖ്യാപിക്കട്ടെ, അമേരിക്കൻ വൈറ്റ് ഹൗസിലും ഇന്ത്യൻ പാർലമെന്റ് ഹൗസിലും അല്ല സംരക്ഷണം, പിളർന്ന പാറയിലാണ് സംരക്ഷണം. മറഞ്ഞിരുന്നാട്ടെ, എന്നെ ആരും കാണണ്ട, എന്നെ ആരും അറിയണ്ട, എന്നെ മറച്ചാടെ. കാരണം എന്ത്? അവിടെ നിന്ന് എനിക്കായി പിളർന്നതായ പാറയാണ്. യോശുവ 3 കടന്നു വരുമ്പോൾ മെമ്മോറിയൽ ലോക്ക്, സ്തോത്ര ഓർമ്മയുടെ അതേ 12 പാറകളെ അവിടേക്ക് നാം നദിയിൽ നിന്ന് പുറക്കിടുവാൻ ദൈവം മോശയോട് പറഞ്ഞു. കാരണം സ്തോത്രം, ഈ മുന്നിലിരുന്ന് കളിക്കുന്ന കുട്ടികൾ അതേ സ്തോത്രം കുറച്ച് നാൾ കഴിയുമ്പോൾ ചോദിക്കും, മമ്മി എന്തിനാ ഉപവസിക്കുന്നത്, എന്തിനാ കൈയടിക്കുന്നത്, എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് ഈ സാന്നിധ്യം എന്തെന്ന്, ഈ പ്രവൃത്തി എന്താണെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം സ്തോത്രം ആഹാരത്തിൻ്റെ വില എന്താണ്. പക്ഷേ അവർ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ നിറയെ ആഹാരമാണ്. നിങ്ങൾക്ക് വസ്ത്രത്തിൻ്റെ വില അറിയാം, കാരണം നിങ്ങൾക്ക് സ്തോത്രം അതേ പണ്ടില്ലായിരുന്നു. എവർക്കാണെങ്കിൽ സ്തോത്രം അതേ അലമാര തുറക്കുമ്പോൾ നിറയെ വസ്ത്രമാണ്. പേരൻസ് സ്തോത്രം പണ്ട് ചിന്തിച്ചത് എന്ത് തിന്നുമെന്നായിരുന്നു. എന്ത് തിന്നും. പക്ഷെ ഇന്നത്തെ തലമുറ ചിന്തിക്കുന്നത് എന്തോ തിന്നുമെന്നാ. കാരണം സോ മെനി ചോയ്സ് ഉണ്ട്. എന്തോ തിന്നുമെന്നാണ്. പാരൻസ് പണ്ട് ചിന്തിച്ചിരുന്നത് എന്തുടുക്കുമെന്നാണ്. പക്ഷേ ഇന്ന് അലമാര തുറക്കുന്ന തലമുറയ്ക്ക് ആകെ കൺഫ്യൂഷനാണ്. ഞായറാഴ്ച രാവിലെ എന്തോ ഉടുക്കുന്നേ. സ്തോത്രം. ഇതുപോലെ വാഗ്ദത്ത ദേശത്തിൽ പോയി സ്വന്തമായി നട്ടിട്ടില്ലാത്ത തോട്ടവും കുഴിച്ചിട്ടില്ലാത്ത കിണറും പണിതിട്ടില്ലാത്ത വീട്ടിലും പറക്കുമ്പോൾ പുട്ട് തള്ളിയതുപോലെയല്ല നിങ്ങൾ വന്നത്. ഒരു ദൈവമുണ്ട്. അപ്പുറത്ത് നിറഞ്ഞൊഴുക്കുന്ന കൊയ്ത്ത് കാലത്ത് നിറഞ്ഞൊഴുകുന്ന ഒരു നദിയുണ്ടല്ലോ, ആ നദിയെ ദൈവം വിഭാഗിച്ച് ഞങ്ങളെ കൊണ്ടുവന്നത്. അവൻ്റെ സാന്നിധ്യമാകുന്ന പെട്ടകമുള്ളത് കൊണ്ട് ആ നദി വിഭാഗിക്കപ്പെട്ടു. അങ്ങനെ ദൈവം പറഞ്ഞു, അന്ന് നീ തലമുറകളോട് പറഞ്ഞു കൊടുക്കുവാൻ ആ 12 കല്ലുകൾ എടുത്ത് പുറത്തിടണം. യേശുവിൻ്റെ നാമത്തിൽ തലമുറയോട് പറഞ്ഞു കൊടുക്കേണ്ട വല്ലവൻ്റെ നെഗറ്റിവിറ്റി അല്ല, തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ദൈവത്തിൻ്റെ പ്രവൃത്തിയും വീര്യപ്രവൃത്തിയാണ് പറയേണ്ടത്. മിഷണറി സ്റ്റോറികളെയാണ് തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ദൈവിക ഉണർവിൻ്റെ കഥകളെയാണ് തലമുറയ്ക്ക് നീ പറഞ്ഞു കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, സ്തോത്രം. അതെ, മെമ്മോറിയൽ സ്റ്റോൺ. അഥവാ യേശു ക്രിസ്തുവിൻ്റെ, അതെ യേശു ക്രിസ്തുവാകുന്ന മെമ്മോറിയൽ സ്റ്റോൺ. കാരണം അത് ചരിത്രമാണ്. നോക്കി എല്ലാവരും നോക്കി, ചരിത്രമാണ്. ഹിസ്റ്ററി മീൻസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ സ്തോത്രം. അതെ, അവൻ്റെ ചരിത്രം. കരങ്ങളെ ചലിപ്പിച്ച ദൈവത്തെ സ്തുതിച്ചേ. യോർദാൻ വിഭാഗിക്കപ്പെട്ടു. ആ കല്ലുകൾ 12 കല്ലുകളെ യോശുവയും കൂട്ടരും സ്തോത്രമെതാ യോർദാൻ്റെ കരയിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. യോർദാൻ വിഭാഗിക്കപ്പെട്ടു. അതാണ് അതിൻ്റെ വ്യാഖ്യാനം. യോർദാൻ വിഭാഗിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ യോർദാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ പരാജയപ്പെടുത്തി. ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? ഹേ പാതാളമേ, ജയം എവിടെയെന്ന് പറഞ്ഞ് മരണത്തെയും പാതാളത്തെയും കർത്താവ് അതേ ജയം വരിച്ചു. ഹോശിയ 13 അതേ 13-14, 1 കൊരിന്ത്യർ 15:57 മരണത്തെയും 1 കൊരിന്ത്യർ 15:55 മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ്. സ്തോത്രം. അതെ, യോർദാൻ പിളർന്നത് നിമിത്തം സ്തോത്രം യോർദാന്റെ കരയിൽ കിടക്കുന്നതായ 12 കല്ലുകൾ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഹല്ലേലൂയ, ഹി ഈസ് യുവർ മെമ്മോറിയൽ സ്റ്റോൺ. അതുകൊണ്ട് സ്തോത്രം, യേശു മരണത്തെ തോൽപ്പിച്ചത് കൊണ്ട് നീ മരണത്തെ ഭയപ്പെടത്തില്ല. മരണഭയം ഇന്ന് പകൽക്കാലം മാറിപ്പോകട്ടെ. മരണമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം എൻ്റെയും നിൻ്റെ അവസാന ഈ ലോകത്തിലെ ശ്വാസം നിത്യതയിൽ ആദ്യത്തെ ശ്വാസമായിരിക്കും. മരണത്തെ ജയിച്ചവനാണ് കർത്താവ്. 2 കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. യേശു
he is your stone. തിരുവചനം പറയുന്നു he is your smooth stone. സ്തോത്രം, അവൻ നിന്റെ മിനുസമുള്ള കല്ലാണ്. ദാവീദ് സ്തോത്രം ആ തോട്ടിലേക്ക് ഓടി ഇറങ്ങിയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം. അവനിതാ സ്മൂത്ത് സ്റ്റോൺ, അവനിതാ മിനുസമുള്ളതായ 5 കല്ലുകളെ എടുത്തു. മിനുസമുള്ള 5 കല്ലുകളെ എടുത്തു. അങ്ങളെ അതെങ്ങനെയാണ് 5 കല്ല് കർത്താവുമായി കണക്ട് ചെയ്യുന്നത്? യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ ആ 5 കല്ലുകളുടെ കണക്ഷൻ പ്രവാചകനാകുന്ന യെശയ്യാ പറയുന്നു. He is wonderful, counselor, mighty God, everlasting Father and the Prince of Peace. അവൻ അത്ഭുതവാൻ, ആലോചനയിൽ കർത്താവ്, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. മലയാളത്തിൽ 4 ഉള്ളൂ, ഇംഗ്ലീഷ് ബൈബിളിൽ 5 ഉണ്ട്. അത്ഭുതവാൻ, ആലോചനയിൽ കർത്താവ്, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ആ 5 നാമങ്ങൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ അവന്റെ പേരാണ് നസ്രേന യേശു. ഹല്ലേലൂയ. അവൻ നിന്റെ സ്മൂത്ത് സ്റ്റോൺ ആണ്. എന്താണെന്നറിയോ? നിനക്ക് നേരെ മല്ലന്മാർ അതേ കയറി വരുമ്പോൾ, പല ഗോലിയാത്തുമാർ രാക്ഷസന്മാരുടെ രൂപത്തിൽ നിനക്ക് മുൻപിൽ നിൽക്കുമ്പോൾ, എത്ര വലിയ വെല്ലുവിളി വന്നാലും, ശത്രു എത്ര വലിയവനെങ്കിലും നിന്റെ കർത്താവ് അത്യുന്നതനാണ്. ഉന്നതന്മാർ നിനക്ക് നേരെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് അത്യുന്നതനാണ്. ശക്തന്മാർ നിനക്ക് നേരെ വരുന്നെങ്കിൽ യേശു കർത്താവ് സർവശക്തനാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അവൻ നിന്റെ സ്മൂത്ത് സ്റ്റോൺ, അവൻ നിന്റെ മിനുസമുള്ളതായ കല്ല്. സ്തോത്രം. തിരുവചനം പറയുന്നു, അതേ സ്തോത്രം. യെശയ്യാ പ്രവചനം 8-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ യഹൂദനെ സംബന്ധിച്ച് യേശു കർത്താവ് ഹീസ് എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. യേശു കർത്താവ് അവനൊരു ഇടർച്ചക്കല്ല്, തടങ്കൽ പാറ എന്ന് തിരുവചനം പറയുന്നു. അവനൊരു ഇടർച്ചക്കല്ല്, തടങ്കൽ പാറ. യഹൂദനെ സംബന്ധിച്ച് യെശയ്യാ പ്രവചിച്ചു, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അവർക്ക് തടങ്കൽ പാറയും ഇടർച്ചക്കല്ലും ആയിരുന്നു. തടങ്കൽ പാറയും ഇടർച്ചക്കല്ലും എന്നതുകൊണ്ട് അവൻ അവരെ സ്തോത്രം സ്വീകരിച്ചില്ല, യേശുവിനെ സ്വീകരിച്ചില്ല. നേരമില്ല, പെട്ടെന്ന് പറയട്ടെ. അതുകൊണ്ട് അവർ തള്ളി. സ്തോത്രം. വല്ലവനും തള്ളുന്നെങ്കിൽ മനസ്സിലാക്കണം, ഹല്ലേലൂയ, അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കാണ്. ഹല്ലേലൂയ. ഓ കമാൻ. ഹല്ലേലൂയ. വല്ലവനെ തള്ളുന്നെങ്കിൽ ഉടനെ മനസ്സിലാക്കണം, അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ്. ഹല്ലേലൂയ. സ്തോത്രം. യഹൂദന്മാർ കർത്താവിനെ തള്ളി, അതുകൊണ്ടാണ് നിനക്കവനെ കിട്ടിയത്. എല്ലാം നന്മയ്ക്ക്. അത് അവനെ തള്ളി. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, മത്തായി 21:42, മർക്കോസ് 12:10, ലൂക്കോസ് 20:17. ഓ, ഇങ്ങനെ ധാരാളം റെഫറൻസ് ഉണ്ട്. തള്ളക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്ന, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. ഇന്ന് സ്തോത്രം പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ഏത് സ്ഥാനത്താണോ, ഏത് വ്യക്തികളാണോ സ്തോത്രം അതേ നിന്നെ തള്ളിക്കളഞ്ഞത്, അവിടെ ദൈവകൃപയാൽ നീ ചീഫായിരിക്കും. നിന്നെ ഒരിക്കലും അവർക്ക് അവാർഡ് ചെയ്യാൻ കഴിയും. Hallelujah. അടുത്തിരിക്കുന്ന ഒരാളുടെ തോളത്തെ തട്ടി പറഞ്ഞാൽ അവർക്ക് നിങ്ങളെ ഒരിക്കലും ഓടിക്കാൻ പറ്റില്ല. പറഞ്ഞാടെ, അവർക്ക് ഒരിക്കലും ഓടിക്കാൻ പറ്റത്തില്ല. ക്ലാസ്സിന്, ആ ടീച്ചറിന്, ആ സ്കൂളിന്, സ്തോത്ര ബന്ധുക്കൾക്ക് അവർക്ക് ഒരിക്കലും നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ തൊക്കണം കഴിയത്തില്ല. കാരണം തള്ളിക്കളഞ്ഞ കല്ലും മൂലക്കല്ലായി തീർന്നു. അന്ന് അവർക്ക് ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമെന്ന് പറഞ്ഞ് യേശു കർത്താവിനെ തള്ളിക്കളഞ്ഞു. പക്ഷെ വൺ ഓഫ് ദീസ് ഡേയ്സ്, ഈ ദിവസങ്ങളിൽ അവരെ ഏറ്റുപറഞ്ഞ് തന്നെയാകണം. കാരണം അവർക്ക് നന്മ വരുന്നത്, അവർക്ക് സുരക്ഷിതത്വം വരുന്നത് ബെഞ്ചമിൻ നെതന്യാഹു നിന്നല്ല, മെശിഹായിൽ നിന്ന്, ദൈവപുത്രനാണ് യേശുവിൽ നിന്ന്. ഈ ദിവസങ്ങളിൽ കാഹളം ധ്വനിക്കും, സഭ എടുത്തുകൊള്ളപ്പെടും. 1 കൊരിന്ത്യർ 15:52, 1 തെസ്സലോനിക്കർ 4:16-17. കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെടും. സ്തോത്രം. ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പഴയ നിയമത്തിൽ വലിയൊരു റാലി നടന്നു. പഴയ നിയമത്തിൽ വലിയൊരു റാലി, അത് UDFന്റെ, LDFന്റെ, BJPയുടെ റാലിയേക്കാൾ വലിയ റാലിയായിരുന്നു. 1-ാം പാതാളത്തിൽ നിന്ന് യേശു കർത്താവ് അബ്രഹാമിന്റെ മടിയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആത്മാക്കളെയും കൊണ്ട് അവന് സ്തോത്രം അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അവൻ ഇറങ്ങിയെന്ന് വരുന്നതിനാൽ അവൻ കയറിയെന്ന് വരുന്നതിനാൽ ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? ഒരിക്കൽ കൂടെ, അവൻ കയറിയെന്ന് വരുന്നതിനാൽ അവൻ ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? 2000 വർഷങ്ങൾക്കും മരണത്തെയും പാതാളത്തെയും പരാജയം
പരാജയപ്പെടുത്തി യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറുമ്പോൾ ആ റാലിയിൽ ഹാബേൽ ഉണ്ടായിരുന്നു, ആ റാലിയിൽ നോഹി ഉണ്ടായിരുന്നു. 2 VIP-കൾ മാത്രമില്ല, ഏലിയാവില്ല, ഹാനോക്കില്ല, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, അതേ യോസെഫ്, മോശ, യോശുവ, സ്തോത്രം, എലീശ, സകല പ്രവാചകന്മാർ, സകല ന്യായാധിപന്മാർ, സകല രാജാക്കന്മാർ എല്ലാവരും ആ റാലിയിൽ ഉണ്ടായിരുന്നു. ആ റാലി നയിച്ചത് കെ നാനാരല്ല, കെ കരുണാകരനല്ല, മരണത്തെ പാതാളത്തെ ജയിച്ച ദൈവപുത്രനായ യേശുവായിരുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലുള്ള കോടാനുകോടി ദൂതന്മാർ നോക്കുമ്പോൾ ഇതാ ഒരു റാലി കടന്നു വരുന്നു. ജയിച്ചിട്ടാണ് ഒരുവൻ കയറി വരുന്നത്. ഒരുവൻ ജയിച്ച് ഇതാ വലിയൊരു കൂട്ടമായി പ്രവേശിക്കുകയാണ്. സഹോദരി സഹോദരന്മാരെ, മിഷണറിമാരെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, സ്വർഗത്തിൽ ദൈവകൃപയാൽ ഞാനും നീ നിൽക്കുമ്പോൾ നമുക്ക് പറയണം, ഞാനും എനിക്ക് തന്ന മക്കളും. ഏറ്റെടുക്ക്. ഞാന് എനിക്ക് തന്ന മക്കള്. That is gospel. അതിൻ്റെ പേരാണ് സുവിശേഷം. അല്ലാതെ ഞാൻ മാത്രം ഇങ്ങനെ കഷ്ടിച്ചു പോന്നു എന്നല്ല, ഞാനും എനിക്ക് തന്ന മക്കള്. ഞാൻ നിങ്ങളെ നോക്കി വെല്ലുവിളിച്ച് പറയട്ടെ, പഴയ നിയമത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്താൽ പഴയ നിയമത്തിലെ സകല വിശുദ്ധന്മാരെയും കൊണ്ടവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അതിനേക്കാൾ വലിയൊരു റാലി ഈ ദിവസങ്ങൾ ഉണ്ടാകാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, അതിനേക്കാൾ വലിയൊരു റാലി, ഒരു ഭയങ്കര റാലി. ഗെറ്റ് റെഡി, പാക്ക് യുവർ ബാഗ്. കുനിഞ്ഞിരിക്കാതെ തല ഉയർത്തി നോക്ക്. അതിനേക്കാൾ വലിയൊരു റാലി ഈ ദിവസങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി പോകുന്നു. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. സ്വർഗത്തിൽ മധ്യാകാശത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അവർ എടുത്തുകൊള്ളപ്പെടും. മധ്യാകാശത്തിൽ എടുത്തുകൊള്ളപ്പെട്ട് ഗാനം പ്രതി ഗാനങ്ങളായി അവർ പാടുവാൻ പോകുന്ന ക്രിസ്തുവിൽ മരിച്ചവർ ഇവണ്ണം പാടും, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ജീവനോട് ശേഷിക്കുന്നവർ പാടും, പാതാളമേ നിന്റെ വിഷമുള്ളവിടെ? വീണ്ടും മരിച്ചവർ പാടും, മരണമേ നിന്റെ ജയം എവിടെ? സ്തോത്രം. മറുവശത്തുള്ളവർ പാടും, ജീവനോട് ശേഷിച്ച് രൂപാന്തരപ്പെട്ടവർ പറയും, പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ? കമാണ്. 2 കൂട്ടരായി നിങ്ങൾ വിഭാഗിച്ച് ഇതൊന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്ന് കൊള്ളായിരുന്നു. മരണമേ നിന്റെ വിഷമുള്ള, മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ ജയം എവിടെ? ഒരിക്കൽ കൂടെ, റെഡി. മരണമേ നിന്റെ ജയം എവിടെ? കമാൻ. പാതാളമേ നിന്റെ വിഷമുള്ളവിടെ? കമാൻ. ഒരിക്കൽ കൂടെ, പാതാളമേ നിന്റെ വിഷമുള്ള. ഒരിക്കൽ കൂടെ, മരണമേ നിന്റെ ജയം എവിടെ? കമാൻ. പാതാളമേ നിന്റെ വിഷമുള്ളവരെ. സ്വർഗത്തിൽ മധ്യാകാശത്തിൽ പിശാചിനെ തോൽപ്പിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, യഹൂദ ഗോത്രത്തിലെ സിംഹം. ഹല്ലേലൂയ. തന്റെ രക്തത്തിന്റെ വിലയാകുന്ന ദൈവജനവുമായി അവൻ ദൈവസന്നിധിയിൽ നിൽക്കുക. അന്നവിടെ അപ്പല്ലോസ് ഉണ്ട്, അന്നവിടെ തിമോത്തിയോസ് ഉണ്ട്, അന്നവിടെ തീത്തോസ് ഉണ്ട്, അന്നവിടെ പൗലോസ് ഉണ്ട്, അന്നവിടെ പത്രോസ് ഉണ്ട്, അന്നവിടെ വില്യം കേറി ഉണ്ട്, അന്നവിടെ ഹഡ്സൺ ടൈലർ ഉണ്ട്, അന്നവിടെ ഡേവിഡ് ലിവിൻസൺ ഉണ്ട്, അന്നവിടെ ഐഡാസ് കാഡർ ഉണ്ട്, അന്നവിടെ കാതറൻ ഗുൾമൻ ഉണ്ട്, അന്നവിടെ ഹെന്നത്തി ഹേഗൻ ഉണ്ട്, അന്നവിടെ സ്തോത്ര റെയ്നാർഡ് ബോങ്കയുണ്ട്, അന്നവിടെ ബില്ലി ഗ്രഹാം ഉണ്ട്. എത്ര പേർ ഞാനിവിടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ദൈവകൃപയാൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന സകല ദൈവത്തിന്റെ മക്കളും കർത്താവിന്റെ സന്നിധിയിൽ ഉണ്ടായിരിക്കുക. കാണാവർ തള്ളി. യഹൂദൻ തള്ളി. ഇടർച്ചക്കാലും തടങ്കൽ പാറയുമെന്ന് പറഞ്ഞ് അവർ തള്ളി. എന്നാൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമെന്ന് അവനെ തള്ളിയപ്പോ അവൻ കോർണർ സ്റ്റോണായി. മനുഷ്യർ തള്ളിക്കളഞ്ഞ കല്ല് അവന് മൂലക്കല്ലായി. ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയട്ടെ, റിജക്ഷൻ അനുഭവിച്ച എല്ലാവരും VIP അല്ല, VVIP ആയിരിക്കുക. കമാൺ. എന്നെ അവർക്ക് ഒരിക്കലും ഓടിയാൻ കഴിയത്തില്ല. In the name of Jesus. Hallelujah. ഇന്ന് പകൽക്കാലം പറഞ്ഞു തുടങ്ങിയത് എൻ്റെ ദൂത് ഇൻകംപ്ലീറ്റ് ആണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞു തുടങ്ങിയത് ജീസസ് ഈസ് യുവർ എബനീസർ. യേശുവാണ് നിന്റെ എബനീസർ. മിസ്പയ്ക്കും ശേരനും മധ്യത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ശമൂവേൽ ഒരു കല്ലിനെ നാട്ടിയിട്ട് അവൻ ഈ പ്രകാരം പറഞ്ഞു, ഇതാ നിങ്ങളുടെ എബനീസർ. അന്ന് ശമൂവേലിനെ അറിയത്തില്ലയോ എനിക്കറിയത്തില്ല. ഞങ്ങളുടെ മിസ്പയ്ക്കും ഞങ്ങളുടെ ശേരനും മധ്യത്തിൽ യേശു ഞങ്ങളുടെ എബനീസറാണ്.
യേശു ഞങ്ങളുടെ നാഴികക്കല്ലാണ്. എബൻ ഈസർ, എബൻ ഈസർ, ഹി ഈസ് അവർ ഹെൽപ്പ്. കർത്താവ് നമ്മുടെ സഹായസ്ഥാനം. യേശു കർത്താവ് നമ്മുടെ സ്തോത്രം സഹായം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു കർത്താവ് നമ്മുടെ സ്തോത്രം സഹായം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. നീ നിന്നതല്ല, ദൈവം നിന്നെ നിർത്തിയതാണ്. നീ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. സോ എല്ലാവരും ഷൗട്ട് ചെയ്ത് പറഞ്ഞ് എബൻ ഈസർ. ഒരിക്കൽ കൂടെ, ഇറ്റ്സ് എ സൗണ്ട് ഓഫ് ഹോപ്പ്. അത് പ്രത്യാശയുടെ ശബ്ദമാണ്. എബൻ ഈസർ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു, തീർന്നില്ല, ഇനിയുണ്ട്. ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു, തീർന്നില്ല, ഇനിയുണ്ട്, ഇനിയുണ്ട്. ഇത് നോർത്ത് ഇന്ത്യയിലായിരുന്നെങ്കിൽ ഞാൻ എല്ലായിടത്തും പറഞ്ഞാൽ 12 പേർക്ക് കൈ കൊടുത്ത് പറ, ഇനിയുണ്ട്, 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 തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ഓ, വരുമാനം ഇനിയുമുണ്ട്, ക്രയവിക്രയങ്ങൾ ഇനിയുമുണ്ട്, നന്മ ഇനിയുമുണ്ട്, ജയം ഇനിയുമുണ്ട്, വിദ്യാഭ്യാസം ഇനിയുമുണ്ട്, സർട്ടിഫിക്കറ്റ് ഇനിയുമുണ്ട്, തുറക്കുന്ന വാതിലുകൾ ഇനിയുമുണ്ട്, ക്രൂസേഡുകൾ ഇനിയുമുണ്ട്, കൂട്ട സ്നാനങ്ങൾ ഇനിയുമുണ്ട്, വിടുതലകൾ ഇനിയുമുണ്ട്, അനുഗ്രഹം ഇനിയുമുണ്ട്, ചർച്ച് ഗ്രോത്ത് ഇനിയുമുണ്ട്, ഇവാഞ്ചലിസം ഇനിയുമുണ്ട്, പ്രൊഫസി ഇനിയുമുണ്ട്. അൺസ്റ്റോപ്പബിൾ. Come on, come on, come on, come on. സ്റ്റാഗ്നന്റ് ആയി കിടക്കുന്ന എല്ലാ മൂവ്മെന്റിലേക്ക് തിരികട്ടെ. സ്റ്റാഗ്നന്റ് ആയി കിടക്കുന്ന എല്ലാ മൂവ്മെന്റിലേക്ക് തിരികട്ടെ. 20 വർഷത്തെ സ്റ്റാഗ്നേഷൻ ക്യാൻസൽ ചെയ്യപ്പെട്ടു കുട്ടി. 20 വർഷത്തെ സ്റ്റാഗ്നേഷൻ ക്യാൻസൽ ചെയ്യപ്പെട്ടു. നീ പറയും 2 വർഷം, 5 വർഷം, 10 വർഷം, 15 വർഷം. ക്യാൻസൽ, ക്യാൻസൽ ഇൻ ദി നെയിം ഓഫ് ജീസസ്. എല്ലാ സ്റ്റാഗ്നേഷനും ഇന്ന് പകൽക്കാലം വിട്ടുപോകട്ടെ. ജീവിതം ചലിക്കുകയാണ്. ഇനിയുമുണ്ട് പ്രൊമോഷൻ, ഇനിയുമുണ്ട് നന്മകൾ, ഇനിയുമുണ്ട് രജിസ്ട്രേഷൻ, ഇനിയുമുണ്ട് പണികൾ, ഇനിയുമുണ്ട് വിടുതലുകൾ, ഇനിയുമുണ്ട്. ഇത്രത്തോളം ദൈവം തന്നെ നടത്തി, മേലാലും ദൈവം നടത്തുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. പ്രായമായിരിക്കുന്ന മാതാവേ, പിതാവേ, അത് കാണാതെ നിനക്ക് കണ്ണടയ്ക്കാൻ കഴിയത്തില്ല. ഹേ 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 ഹേ. Come on, come on. അത് കാണാതെ നിനക്ക് കണ്ണടയ്ക്കാൻ കഴിയത്തില്ല. മക്കളുടെ കെട്ടുപണി നീ കാണും, കൊച്ചുമക്കളുടെ കെട്ടുപണി നീ കാണും, നീ പ്രാർത്ഥിച്ചതിൻ്റെ നന്മ നീ കാണും. ഹല്ലേലൂയ. നീ മരിക്കുന്നതിന് മുൻപ് നിന്റെ പ്രാർത്ഥനയുടെ പ്രതിഫലം നീ കാണും. ഓ, നിന്റെ അവകാശത്തിൻ്റെ നന്മയെ നീ കാണും. നീ തോറ്റിട്ടല്ല ദൈവസന്നിധിയിൽ പോകുന്നത്, ജയിച്ചിട്ടായിരിക്കും നീ ദൈവസന്നിധിയിൽ പോകുന്നത്. തോറ്റിട്ടല്ല നീ പോകുന്നത്. ഇനിയുമുണ്ട്, ഇനിയുമുണ്ട്, ഇനിയുമുണ്ട്. മനുഷ്യൻ നിന്നെ സഹായിച്ചില്ല, സഹായിക്കേണ്ട പലരും നിങ്ങളെ സഹായിച്ചില്ല. കുണ്ഠിതപ്പെടല്. ഇന്ന് പകൽ ഒരു കരം ഇതാ ഇറങ്ങി വരികയാണ്. ഒരു കരം നിങ്ങളുടെ മേൽ ഇറങ്ങി വരികയാണ്. പ്രൊഫസി, പ്രവചനം ഏറ്റെടുക്ക്. ഈ 18-ാം തീയതി ഒരു കരം നിന്നിലേക്ക്, നിന്റെ തലമുറയിലേക്ക്, നിന്റെ ഭവനത്തിലേക്ക് ആർക്കും മടക്കാൻ കഴിയാത്ത ഒരു ബലമുള്ളതായ കര് ഇന്ന് പകൽ ഇറങ്ങി വരുന്നു. നാഴികക്കല്ല്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ലാൻഡ്മാർക്ക് നിനക്ക് നൽകുവാൻ, നിന്റെ ജീവചരിത്രം എഴുതുമ്പോൾ ഈ ഓഗസ്റ്റ് മാസം എന്ന് ഓർക്കുവാൻ, നിന്റെ ജീവചരിത്രം എഴുതുമ്പോൾ 2024 സെക്കൻഡ് ഹാഫ് നീ ഓർക്കുവാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ബലമുള്ള കരം. അസാധ്യമെന്ന് പറഞ്ഞെടുത്ത്, നടക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത്, സ്റ്റാഗ്നന്റ് ആയെടുത്ത്, തീർന്നു പോയെന്ന് പറയുന്നിടത്ത് നോ 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 നോ. ഫുൾ സ്റ്റോപ്പ് ഇട്ടതെല്ലാം കോമകളാകട്ടെ. ഫുൾ സ്റ്റോപ്പ് ഇട്ടതെല്ലാം കോമകളാകട്ടെ. കരങ്ങളടിച്ചാരാധിക്കുക, ശബ്ദമുയർത്തി. കമാൺ, ആർക്കൊക്കെ എഴുന്നേൽക്കണമെന്ന് തോന്നുന്നു? യെസ്, അടുത്ത ചാപ്റ്ററുകൾ തുറക്കുകയാണ്, അടുത്ത അധ്യായങ്ങൾ തുറക്കുകയാണ്, അടുത്ത പദ്ധതികൾ തുറക്കുകയാണ്, അടുത്ത വാതിലുകൾ തുറക്കുകയാണ്, അടുത്ത ലെവലുകൾ തുറക്കുകയാണ്, അടുത്ത മണ്ഡലങ്ങൾ തുറക്കുകയാണ്. ഓ, എബൻ ഈസർ, ഇത്രത്തോളം ദൈവം എന്നെ സഹായിച്ചു. യെസ്, അടുത്ത ലെവലിന് വേണ്ടി അവന്റെ സഹായം നിനക്കായി ഇറങ്ങി വരികയാണ്.
അവൻ്റെ സഹായം നിനക്കായി ഇറങ്ങി വരുന്ന. ഓ കമാൻ കമാൻ, വായു തുറന്ന് പ്രാർത്ഥിക്കുക, വായു തുറന്ന് ആരാധിക്കുക. നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. സഹായം സഹായം. എന്ത് 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 നിങ്ങളുടെ ശബ്ദം എന്തിയേ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഗോഡ്സ് ഹെൽപ്പ്, ഗോഡ്സ് ഹെൽപ്പ്. ദൈവത്തിൻ്റെ സഹായം, ദൈവത്തിൻ്റെ സഹായം. ഇനി പറ്റത്തില്ലെന്ന് മനുഷ്യൻ പറഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ സഹായം. ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ സഹായം. ഇനി സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ സഹായം. ഒരത്ഭുതത്തിൻ്റെ വാതിക്കൽ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നു, ഒരത്ഭുതത്തിൻ്റെ വാതിക്കൽ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സഹായം, ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ സഹായം. കർത്താവിൻ്റെ കരം ചലിക്കുകയാണ്. Get ready for a supernatural. Oh, get ready for a supernatural breakthrough. ദൈവത്തിൻ്റെ സഹായം, ദൈവത്തിൻ്റെ സഹായം. Yes, 20 years stuck ആയത് ഇതാ എബനീസർ മൂവ്മെന്റിലേക്ക് തള്ളിവിട്ടതുപോലെ നിന്നെ തളയ്ക്കുന്ന സകല തളച്ചു നിർത്തുന്ന, നിന്നെ സ്റ്റാഗ്നന്റ് ആക്കുന്ന സകലതിനെ കർത്താവ് അഴിച്ചു കളയുന്നു.